പൊട്ടാസ്യം ടെല്ലൂറേറ്റ് ബ്ലഡ് അഗാർ അടുത്ത മീഡിയമാണ്, അടുത്ത സെലക്റ്റീവ് മീഡിയമാണ് പൊട്ടാസ്യം ടെല്ലൂറൈറ്റ് ബ്ലഡ് അഗാർ. ഇറ്റ്സ് എ സെലക്റ്റീവ് മീഡിയം ഫോർ ദ ഐസൊലേഷൻ ഓഫ് കോർണിബാക്ടീരിയം ഡിഫ്തീരിയേ. കോർണിബാക്ടീരിയം ഡിഫ്തീരിയയുടെ സെലക്റ്റീവ് മീഡിയമാണ്. മീഡിയം കണ്ടെയ്ൻസ് പൊട്ടാസ്യം ടെല്ലൂറൈറ്റ് which inhibit growth of many other bacteria. ബാക്കി എല്ലാ ബാക്ടീരിയയുടെയും ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്യും. ബട്ട് കോർണിബാക്ടീരിയത്തിന് ഈ പൊട്ടാസ്യം ടെല്ലൂറൈറ്റിനെ റെഡ്യൂസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. പൊട്ടാസ്യം ടെല്ലൂറൈറ്റ് റെഡ്യൂസ് ചെയ്ത് മെറ്റാലിക് ടെല്ലൂറിയമായിട്ട് മാറ്റും. പൊട്ടാസ്യം ടെല്ലൂറൈറ്റ് റെഡ്യൂസ്ഡ് ടു മെറ്റാലിക് ടെല്ലൂറിയം. This metallic tellurium ഈ കോളനീസിൽ precipitated ആകും, and thus the colonies are black or grey color colonies form ചെയ്യും. Blood in the medium helps the enhanced growth of the medium. അതൊരു enriched substance കൂടിയാണ് that enhance the growth of organism. Blood agar base അതിനകത്തോട്ട് അത് ന്യൂട്രിയൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്തോട്ട് ബ്ലഡ് ആഡ് ചെയ്യണം. ബ്ലഡ് അഗാർ ബേസിനകത്തോട്ട് വേണം ബ്ലഡ് ആഡ് ചെയ്യാനായിട്ട്. ബ്ലഡ് ആഡ് ചെയ്യുക. പിന്നെ പൊട്ടാസ്യം ടെല്ലൂറൈറ്റ് ആഡ് ചെയ്യണം സെലക്റ്റീവ് ഏജന്റ് ആയിട്ട്. കോർണിബാക്ടീരിയം ഫ്ലോം ബ്ലാക്ക് ഓർ ഗ്രേ കളേർഡ് കോളനീസ് ഡ്യൂ ടു ദ റിഡക്ഷൻ ഓഫ് ടെല്ലൂറൈറ്റ്. അതർ ഓർഗാനിസംസ് പാർഷ്യലി അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടും ഇൻഹിബിറ്റഡ് ആകും. അടുത്ത നെക്സ്റ്റ് മീഡിയമാണ് TCBS, തയോസൾഫേറ്റ് സിട്രേറ്റ് ബൈൽ സുക്രോസ് അഗാർ. തയോസൾഫേറ്റ് സിട്രേറ്റ് ബൈൽ സുക്രോസ് അഗാർ സെലക്റ്റീവ് മീഡിയം ഫോർ ദ ഐസൊലേഷൻ ഓഫ് വിബ്രിയോ സ്പീഷീസ്. വിബ്രിയോയുടെ സെലക്റ്റീവ് മീഡിയമാണ്. പെർട്ടിക്കുലർലി വിബ്രിയോ കോളറെ, വിബ്രിയോ പാരാഹീമോലൈറ്റിക്കസ്, ഇതിൻ്റെ എല്ലാം സെലക്റ്റീവ് മീഡിയമാണ്. സെലക്റ്റീവുമാണ്, ഡിഫറൻഷ്യൽ മീഡിയവും കൂടിയാണ്. മീഡിയം കണ്ടെയ്ൻസ് ഹൈ pH. ഇനി എന്തൊക്കെയാണ് ഇതിന് സെലക്ടിവിറ്റി കൊടുക്കുന്നത്? pH ഭയങ്കര ഹൈ ആണ്. സോ ബാക്കിയുള്ളതൊക്കെ ഇൻഹിബിറ്റഡ് ആകും. വിബ്രിയോ മാത്രമേ ഗ്രോ ചെയ്യത്തുള്ളൂ. ബൈൽ സോൾട്ട് ഉണ്ട്, ഗ്രാം പോസിറ്റീവ് എല്ലാം ഇൻഹിബിറ്റഡ് ആകും. ആൻഡ് സിട്രേറ്റ് വിച്ച് ഇൻഹിബിറ്റ് ദ ഗ്രോത്ത് ഓഫ് മോസ്റ്റ് ഇൻറ്റസ്റ്റൈനൽ ബാക്ടീരിയ. Vibrio species can grow well under these alkaline condition. ഈ കണ്ടീഷൻസിലെല്ലാം വിബ്രിയോയ്ക്ക് ഗ്രോ ചെയ്യാം. ഇനി ഇവിടെ സുക്രോസ് എന്ന് പറയുന്ന ഒരു കമ്പോണന്റും കൂടി അടങ്ങിയിട്ടുണ്ട്. വിബ്രിയോ കോളറെ ക്യാൻ ഫെർമെന്റ് സുക്രോസ്. സുക്രോസ് ഫെർമെന്റ് ചെയ്യും. സോ ആസ് എ റിസൾട്ട് an indicator bromothymol blue is present in the medium that changes its color to yellow. bromothymol blue ന്റെ കളർ യെല്ലോ ആയിട്ട് മാറും. സുക്രോസ് ഫെർമെന്റേഷൻ വഴി ആസിഡ് ഫോം ചെയ്യും. അങ്ങനെ മീഡിയം അസിഡിക് ആയിട്ട് മാറും. സോ ഇൻ ദിസ് അസിഡിക് കണ്ടീഷൻ ദ pH this bromothymol blue indicator changes its color to yellow. യെല്ലോ ആയിട്ട് ഫോം ചെയ്യും. അപ്പൊ അതുകൊണ്ട് വിബ്രിയോ കോളറെ യെല്ലോ കളറിലുള്ള കോളനീസ് ആയിരിക്കും തരുന്നത്. പാരാഹീമോലൈറ്റിക്കസ് ഒരു കളർലെസ് ആയിട്ടുള്ള കോളനിയുമായിരിക്കും തരുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ മീഡിയത്തില് വിബ്രിയോ സ്പീഷീസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനും കൂടി സാധിക്കും. അപ്പൊ അത് അങ്ങനെ ഒരു സെലക്റ്റീവ് മീഡിയവുമാണ്, ഡിഫറൻഷ്യൽ മീഡിയവും കൂടിയാണ്. പെപ്റ്റോണമി ഈസ്റ്റ് എക്സ്ട്രാക്ട് ഒക്കെ ഉണ്ട്. സോഡിയം തയോസൾഫേറ്റും ഫെറിക് സിട്രേറ്റും ഉണ്ട്. ഡിറ്റക്ട് ഹൈഡ്രജൻ സൾഫൈഡ് പ്രൊഡക്ഷൻ. ബൈൽ സോൾട്ട് ഉണ്ട്, ഇൻഹിബിറ്റ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ. സോഡിയം സിട്രേറ്റ് സെലക്റ്റീവ് ഏജന്റ്. സുക്രോസ് കാർബോഹൈഡ്രേറ്റ് ഫെർമെന്റബിൾ കാർബോഹൈഡ്രേറ്റ് ആണ്. ബ്രോമോതൈമോൾ ബ്ലൂ pH ഇൻഡിക്കേറ്റർ. അഗാർ സോളിഡിഫൈയിങ് ഏജന്റ് ആണ്. Vibrio cholerae form yellow colonies due to sucrose fermentation. Vibrio parahemolyticus green, bluish green അല്ലെങ്കിൽ കളർലെസ് ആയിട്ടൊക്കെയുള്ള കോളനീസ് ആണ് Vibrio parahemolyticus തരുന്നത്. സെലക്റ്റീവ് മീഡിയയിലെ അടുത്ത ഇതാണ് ഡിയോക്സി കോളേറ്റ് സിട്രേറ്റ് അഗാർ. നമ്മൾ ഈ പറഞ്ഞ
സെലക്റ്റീവ് മീഡിയകളൊക്കെ തന്നെ ഡിഫറൻഷ്യൽ മീഡിയവും കൂടിയാണ്. ഇതും അതുപോലെ തന്നെ ഒരു ഡിഫറൻഷ്യൽ മീഡിയവും കൂടിയാണ്. സെലക്റ്റീവ് ഡിഫറൻഷ്യൽ മീഡിയ ഫോർ ദ ഐസൊലേഷൻ ഓഫ് ഇൻഡസ്റ്റൈനൽ പാത്തോജൻസ് സച്ച് ആസ് സാൽമോണല്ല, ഷിജല്ല. സാൽമോണല്ലയുടെയും ഷിജല്ലയുടെയും ഒരു സെലക്റ്റീവ് മീഡിയമാണ് ഡിയോക്സികോളേറ്റ് അല്ലെങ്കിൽ DCA എന്ന് വിളിക്കുന്നത്. ദ മീഡിയം കണ്ടെയ്ൻ sodium deoxycholate and citrate, which inhibit the growth of gram-positive bacteria and many coliform organisms. പല കോളിഫോംസും ഇൻഹിബിറ്റഡ് ആകും. Lactose is included to differentiate lactose fermenters from non-lactose fermenters. ഇവിടെ ലാക്ടോസ് ഫെർമെന്റേഴ്സിനെയും LFനെയും NLFനെയും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ടും സാധിക്കും. LFനെയും NLFനെയും തമ്മിൽ ഡിഫറൻഷിയേറ്റ്. ലാക്ടോസ് ഫെർമെന്റേഴ്സ് ലാക്ടോസ് ഫെർമെന്റ് ചെയ്യും, ആസിഡ് ഫോം ചെയ്യും. മുമ്പേ പറഞ്ഞതുപോലെ മീഡിയത്തിന്റെ ഇൻഡിക്കേറ്റർ, ഇവിടെ ഇൻഡിക്കേറ്റർ ന്യൂട്രൽ റെഡ് ആണ്. ന്യൂട്രൽ റെഡ് ഇൻഡിക്കേറ്റർ ചേഞ്ചസ് ഇറ്റ്സ് കളർ ടു പിങ്ക് കളറായിട്ട് ചേഞ്ച് ചെയ്യും. അപ്പൊ ലാക്ടോസ് ഫെർമെന്റേഴ്സ് പിങ്ക് കളറിലുള്ള കോളനീസ് തരും. NLF നോൺ ലാക്ടോസ് ഫെർമെന്റേഴ്സ് ആയതുകൊണ്ട് തന്നെ ലാക്ടോസ് ഫെർമെന്റേഷൻ നടക്കത്തില്ല, കളർലെസ് ആയിട്ടുള്ള കോളനീസ് ആയിരിക്കും ഉണ്ടാവുന്നത്. പെപ്റ്റോൺ ഉണ്ട്, ലാക്ടോസ് ഉണ്ട്, സോഡിയം ഡിയോക്സികോളേറ്റ് ആണ് ഇവിടത്തെ സെലക്റ്റീവ് ഏജന്റ് എന്ന് പറയുന്നത്. സോഡിയം സിട്രേറ്റ് അതും വരുന്നുണ്ട്. ന്യൂട്രൽ റെഡ് pH ഇൻഡിക്കേറ്റർ ആണ്. അഗാർ കോളനി ക്യാരക്ടേഴ്സ്. സാൽമോണല്ല കളർലെസ് ആയിട്ടുള്ള കോളനിയാണ് തരുന്നത്. ഷ്രിജല്ല ആണെങ്കിൽ പെയിൽ ഓർ കളർലെസ് കോളനീസ്. ലാക്ടോസ് ഫെർമെന്റേഴ്സ് ലൈക്ക് എസ്ചെറീഷ്യ കോളൈ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പിങ്ക് അല്ലെങ്കിൽ റെഡ് കളറിലുള്ള കോളനീസ് തരും. SS അഗാർ, സാൽമോണല്ല, ഷിജല്ല അഗാർ. SS agar is a selective and differential culture media used for the isolation of intestinal pathogens like salmonella and shigella. Salmonellയ്ക്കും ഷിജല്ലയ്ക്കുമുള്ള മീഡിയമാണ്. Medium contains bile salt, brilliant green dye and citrate that inhibit the growth of gram-positive bacteria. Gram-positive bacteriയുടെ growth inhibit ചെയ്യും. And many other coliform bacteria. ഇതിനകത്ത് ലാക്ടോസ് ഉണ്ട്. ഇതിനകത്തും pH ഇൻഡിക്കേറ്റർ ന്യൂട്രൽ റെഡ് ആണ്. അതുകൊണ്ട് തന്നെ വി ക്യാൻ ഡിഫറൻഷിയേറ്റ് ലാക്ടോസ് ഫെർമെന്റേഴ്സിനെയും നോൺ ലാക്ടോസ് ഫെർമെന്റേഴ്സിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ലാക്ടോസ് ഫെർമെന്റേഴ്സ് പിങ്ക് കളറിലുള്ള കോളനീസും നോൺ ലാക്ടോസ് ഫെർമെന്റേഴ്സ് കളർലെസ് കോളനീസും ആയിരിക്കും തരുന്നത്. സോഡിയം തയോസൾഫേറ്റും ഫെറിക് സിട്രേറ്റും ഉണ്ട്. ഹൈഡ്രജൻ സൾഫൈഡ് പ്രൊഡക്ഷൻ കൂടി ഇതിനകത്ത് ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റും. ഡാർക്ക് സെന്റേർഡ് കോളനീസ് ആണ് ഇവിടെ H2S പ്രൊഡ്യൂസിങ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണെങ്കിൽ തരുന്നത്. ഒരു ബ്ലാക്ക് കളറിലുള്ള അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് സെന്റേർഡ് ആയിട്ടുള്ള കോളനീസ് തരും. പെപ്റ്റോണ്, ലാക്ടോസ്, ബൈൽ സോൾട്ട്, ബ്രില്യന്റ് ഗ്രീൻ ഡൈ, സോഡിയം തയോസൾഫേറ്റ്, ഫെറിക് സിട്രേറ്റ്, ന്യൂട്രൽ റെഡ്, ഇതൊക്കെയാണ് ഇതിനകത്ത് കമ്പോണൻസ്, മീഡിയ കമ്പോണൻസ്. കോളനി ക്യാരക്ടേഴ്സ്. സാൽമോണല്ല കളർലെസ് കോളനീസ് വിത്ത് ബ്ലാക്ക് സെന്റേഴ്സ്. സാൽമോണല്ല ടൈഫി ഒക്കെ ആണെങ്കിൽ, സാൽമോണല്ല ടൈഫി പാരാടൈഫി ബിയു ആണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് സെന്റേർഡ് ആയിട്ടുള്ള കോളനീസ് ആയിരിക്കും തരുന്നത്. അത് H2S പ്രൊഡക്ഷൻ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അത് സാൽമോണല്ല ടൈഫി തരും. അതുപോലെ തന്നെ സാൽമോണല്ല പാരാ ടൈഫി ബിയും തരും. സാൽമോണല്ല പാരാടൈഫി എ ആണെങ്കിൽ H2S നെഗറ്റീവ് ആണ്. ഷിജല്ല കളർലെസ് കോളനീസ് ആണ്, നോ H2S ഒന്നുമില്ല. ലാക്ടോസ് ഫെർമെന്റേഴ്സ് ലൈക്ക് എസ്ചെറീഷ്യ കോളൈ ഒക്കെ പിങ്ക് അല്ലെങ്കിൽ റെഡ് കളറിലുള്ള കോളനീസ് ആണ് തരുന്നത്. ഡിഫറൻഷ്യൽ മീഡിയ. ഇപ്പൊ ഡിഫറൻഷ്യൽ മീഡിയ ഈ പറഞ്ഞ സെലക്റ്റീവ് മീഡിയകൾ ഒക്കെ തന്നെയും ഡിഫറൻഷ്യൽ മീഡിയയും കൂടിയാണ്. എന്താണ് ഡിഫറൻഷ്യൽ മീഡിയ? ദേ ആർ കൾച്ചർ മീഡിയ യൂസ്ഡ് ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ബേസ്ഡ് ഓൺ ദെയർ ബയോകെമിക്കൽ ക്യാരക്ടേഴ്സ്. അതിന്റെ ബയോകെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിന്റെ ബേസിൽ നമുക്കതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സെവറൽ ടൈപ്പ് ഓഫ് ബാക്ടീരിയ
but show visible differences in the colony appearance. Differential media contains specific substrate. Glucose ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഷുഗേഴ്സ് ഉണ്ടായിരിക്കും. സ്യൂട്ടബിൾ pH ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മൾ ഡിയോക്സി കോളേറ്റ് സിട്രേറ്റ് അഗാർ എടുത്തപ്പോഴും SS അഗാർ എടുത്തപ്പോഴും ഒക്കെ അവിടെ ലാക്ടോസ് ഒരു ഷുഗർ ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ലാക്ടോസ് ഫെർമെന്റേഴ്സിനെയും നോൺ ലാക്ടോസ് ഫെർമെന്റേഴ്സിനെയും ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ അത് പിന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് pH ഇൻഡിക്കേറ്ററും ഉണ്ടായിരിക്കും. അപ്പൊ ഇൻഡിക്കേറ്റേഴ്സ് കാണും, സ്പെസിഫിക് സബ്സ്ട്രേറ്റ് കാണും. ആൻഡ് വെൻ മൈക്രോ ഓർഗാനിസം മെറ്റബോളൈസ് ദിസ് സബ്സ്ട്രേറ്റ് ചേഞ്ച് occur in the medium such as color change, gas production or precipitate formation. ഇപ്പൊ H2S പ്രൊഡക്ഷന്റെ ആണെങ്കിൽ ബ്ലാക്ക് സെന്റേർഡ് കോളനീസ് ആണ്. H2S പ്രസിപ്പിറ്റേറ്റ് ചെയ്യുവാണ് ചെയ്തത്. അപ്പൊ അങ്ങനെ ഈ മീഡിയയില് നമുക്ക് ഓരോ രീതിയിലും ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട്, ഓർഗാനിസംസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. അലൗ ഗ്രോത്ത് ഓഫ് മൾട്ടിപ്പിൾ ഓർഗാനിസംസ്. പല ഓർഗാനിസംസ്, ഒരു മീഡിയ തന്നെ LFഉം NLFഉം, അതിനെ രണ്ട് തരത്തിലുള്ള കോളനി ആയിരിക്കും തരുന്നത്. സോ നമുക്ക് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഒരേ മീഡിയയിൽ തന്നെ. അലൗ ഗ്രോത്ത് ഓഫ് മൾട്ടിപ്പിൾ ഓർഗാനിസം. സർട്ടൺ ഇൻഡിക്കേറ്റേഴ്സ് ടു ഷോ ബയോകെമിക്കൽ ഡിഫറൻസിന് വേണ്ടിയിട്ട് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഇതും സോളിഡ് മീഡിയമാണ്. ഒരു ഡിഫറൻഷ്യൽ മീഡിയക്ക് ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിഫറൻഷ്യൽ മീഡിയമാണ് മെക്കോങ്കി അഗാർ. സെലക്റ്റീവ് മീഡിയമാണ്, ഡിഫറൻഷ്യൽ മീഡിയമാണ്. പർട്ടിക്കുലർലി എൻട്രോബാക്ടീരിയേസിയെ മെമ്പേഴ്സിനെ മുഴുവൻ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട്. ഡിഫറൻസിയേഷൻ ഓഫ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ, എസ്പെഷ്യലി ദ മെമ്പേഴ്സ് ഓഫ് എൻട്രോബാക്ടീരിയേസി, ഈക്കോളൈ, സാൽമോണല്ല, ഷിജല്ല, പ്രോട്ടിയസ്, ഇതിനെയെല്ലാം നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതിനകത്ത് മീഡിയം കണ്ടെയ്ൻസ് ബൈൽ സോൾട്ട് ആൻഡ് ക്രിസ്റ്റൽ വയലറ്റ്. This is the inhibitory substance which inhibit gram-positive bacteria and allow the growth of gram-negative bacteria. പിന്നെ മാത്രമല്ല മീഡിയത്തിനകത്ത് ലാക്ടോസ് പ്രസന്റ് ആണ്. ആൻഡ് എ സ്യൂട്ടബിൾ pH ഇൻഡിക്കേറ്റർ ന്യൂട്രൽ റെഡ് പ്രസന്റ് ആണ്. ഇപ്പൊ മുമ്പേ നമ്മൾ പഠിച്ചതുപോലെ, മുമ്പേ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ, ലാക്ടോസ് ഫെർമെന്റേഴ്സ് ആസിഡ് പ്രൊഡക്ഷൻ വഴി pHന്റെ ചേഞ്ച് ഉണ്ടാകുന്നു. സോ പിങ്ക് കളറിലുള്ള കോളനീസ് ഫോം ചെയ്യും. നോൺ ലാക്ടോസ് ഫെർമെന്റേഴ്സ് ആണെങ്കിൽ ഡു നോട്ട് പ്രൊഡ്യൂസ് ആസിഡ്, സോ കോളനീസ് റിമെയിൻ കളർലെസ് ആയിട്ട് റിമൈൻ ചെയ്യും. അങ്ങനെയുള്ള ഒരു ഡിഫറൻഷ്യലും സെലക്റ്റീവ് മീഡിയവും കൂടിയാണ് മെക്കോങ്കി അഗാർ. പെപ്റ്റോൺ ഉണ്ട്, ന്യൂട്രിയൻ സോഴ്സ് ആണ്. ലാക്ടോസ്, ബൈൽ സോൾട്ട് ഇൻഹിബിറ്റ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ, ക്രിസ്റ്റൽ വയലറ്റ്, ന്യൂട്രൽ റെഡ്, അഗാർ, ഇതൊക്കെയാണ്. എസ്ചെറീഷ്യ കോളൈ ആണെങ്കിൽ പിങ്ക് ഓർ റെഡ് കളറിലുള്ള കോളനീസ്. ക്ലെബ്സിയല്ല ന്യൂമോണിയ, അതുപോലെ തന്നെ ലാർജ് മ്യൂക്കോയിഡ് ആയിട്ടുള്ള കോളനീസ് ആണ് ക്ലെബ്സിയല്ല. പിങ്ക് കളറിലുള്ള മ്യൂക്കോയിഡ് ആയിട്ടുള്ള കോളനീസ് ആണ് തരുന്നത്. സാൽമോണല്ല കളർലെസ് കോളനിയാണ്. ഷിജല്യം അതുപോലെ തന്നെ കളർലെസ് ആയിട്ടുള്ള കോളനിയാണ് തരുന്നത്. ഇൻഡിക്കേറ്റർ മീഡിയ which indicates a particular property of organism that contains specific indicators that produce visible changes in response to metabolic activity. മെറ്റബോളിക് ആക്ടിവിറ്റിയുടെ ഫലമായിട്ട് ഓരോ പെർട്ടിക്കുലർ ചേഞ്ചസ് ആ മീഡിയയിൽ പ്രൊഡ്യൂസ് ചെയ്യും. അത് വിസിബിൾ ആക്കാൻ വേണ്ടിയിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആ മീഡിയയിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ മീഡിയം ഉപയോഗിച്ച് ഓരോ പെർട്ടിക്കുലർ പ്രോപ്പർട്ടിയും, അല്ലെങ്കിൽ ഓരോ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് എ പെർട്ടിക്കുലർ പ്രോപ്പർട്ടി ഓഫ് ഓർഗാനിസം, അങ്ങനെ ഓരോ പെർട്ടിക്കുലർ പ്രോപ്പർട്ടി ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മീഡിയത്തിനെയാണ് ഇൻഡിക്കേറ്റർ മീഡിയ എന്ന് പറയുന്നത്. മെക്കോങ്കി അഗാർ ഇൻഡിക്കേറ്റർ മീഡിയത്തിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. എന്താണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ലാക്ടോസ് ഫെർമെന്റേഷൻ. അവിടെ നമുക്ക് ലാക്ടോസ്, നോൺ ലാക്ടോസ് ഫെർമെന്റേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇൻഡിക്കേറ്റർ ഇവിടെ ന്യൂട്രൽ റെഡ് ആണ്. ലാക്ടോസ് ഫെർമെന്റേഷൻ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇയോസീൻ മെത്തിലീൻ ബ്ലൂ, EMB. ഇയോസീൻ മെത്തിലീൻ ബ്ലൂ സെലക്റ്റീവ് മീഡിയമാണ്, ഡിഫറൻഷ്യൽ മീഡിയമാണ്, അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ മീഡിയമാണ്. ഇവിടെയും ഇൻഡിക്കേറ്റർ ഇയോസീനും മെത്തിലീൻ ബ്ലൂവുമാണ് ഇവിടുത്തെ ഇൻഡിക്കേറ്റേഴ്സ്. ലാക്ടോസ് ഫെർമെന്റേഴ്സ് ഡാർക്ക് പർപ്പിൾ
colored colonies with metallic sheen. ഇപ്പൊ E. coli ആണെങ്കിൽ violet colored colonies with metallic sheen ആണ് ഇവിടെ തരുന്നത്. ഓക്കെ, ഇനി ക്ലെഡ് അഗാർ, സിസ്റ്റീൻ, ലാക്ടോസ്, ഇലക്ട്രോലൈറ്റ് ഡെഫിഷ്യന്റ് അഗാർ. ഇൻഡിക്കേറ്റർ മീഡിയമാണ്. ഇൻഡിക്കേറ്റർ ഇവിടെ ബ്രോമോതൈമോൾ ബ്ലൂ ആണ്. That differentiates lactose fermenters. Lactose fermenters യെല്ലോ കളറിലുള്ള കോളനീസ് തരും. നോൺ ലാക്ടോസ് ഫെർമെന്റേഴ്സ് ആണെങ്കിൽ ബ്ലൂ കളർ കോളനീസും തരും. ട്രിപ്പിൾ ഷുഗർ അയൺ അഗാർ, അതും ഒരു ഇൻഡിക്കേറ്റർ മീഡിയമാണ്. ഫീനോൾ റെഡ് ആണ് ഇവിടുത്തെ ഇൻഡിക്കേറ്റർ. ഇവിടെ H2S പ്രൊഡക്ഷന് ട്രിപ്പിൾ ഷുഗേഴ്സ് ആണ്. ലാക്ടോസും ഗ്ലൂക്കോസും സൂക്രോസും ഒക്കെ ഫെർമെന്റ് ചെയ്യുന്നത് ഇതിനകത്ത് ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ട്രാൻസ്പോർട്ട് മീഡിയ. Transport media are specially prepared media used to carry clinical specimens from the site of collection to the laboratory while maintaining the viability of microorganism without allowing their multiplication. Transport media just നമ്മളൊരു കളക്ഷൻ പോയിന്റിൽ നിന്ന് അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ആ സ്പെസിമെനെ അല്ലെങ്കിൽ ആ സാമ്പിളിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മീഡിയയെയാണ് ട്രാൻസ്പോർട്ട് മീഡിയ എന്ന് പറയുന്നത്. അതൊരു ന്യൂട്രിയന്റ് മീഡിയം ഒന്നും ആയിരിക്കത്തില്ല. ജസ്റ്റ് ആ കളക്ഷൻ സൈറ്റിൽ നിന്ന് ലബോറട്ടറി വരെ ആ സാമ്പിളിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മീഡിയത്തിനെയാണ് ട്രാൻസ്പോർട്ട് മീഡിയ എന്ന് പറയുന്നത്. പ്രിവെന്റ് ഡ്രൈയിങ് ഓഫ് ദ സ്പെസിമെൻ, ആ സ്പെസിമെൻ ഒന്നും ഡ്രൈ ആകരുത്. മെയിൻറ്റെയിൻ ദ വയബിലിറ്റി ഓഫ് പാത്തോജൻസ്, ഇൻഹിബിറ്റ് അതിന്റെ വയബിലിറ്റി കീപ്പ് ചെയ്യണം. കണ്ടാമിനന്റ് ആയിട്ടുള്ള ഓവർ ഗ്രോയിങ് ആയിട്ടുള്ള ഓർഗാനിസംസിനെയൊക്കെ ഇൻഹിബിറ്റ് ചെയ്യണം. അക്യുറേറ്റ് ലബോറട്ടറി ഡയഗ്നോസിസ് എൻഷുർ ചെയ്യത്തക്ക രീതിയിൽ ഉള്ളതായിരിക്കണം. ക്യാരക്ടറിസ്റ്റിക്, മിനിമൽ ന്യൂട്രിയൻസേ ഉണ്ടായിരിക്കത്തുള്ളൂ. അതിന്റെ ഗ്രോത്ത് എൻഹാൻസ് ചെയ്യാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ജസ്റ്റ് അതിന്റെ ഗ്രോത്ത് ഇൻഹിബിറ്റഡ് ആകാതിരിക്കണം. അപ്പൊ അങ്ങനെ ഒരു പർപ്പസ്. മെയിൻറ്റെയിൻ pH ഓസ്മോട്ടിക് ബാലൻസ് ഒക്കെ മെയിൻറ്റെയിൻഡ് ആയിരിക്കണം. ബഫേഴ്സ്, സോൾട്ട് ഒക്കെ ഉണ്ടായിരിക്കും. റെഡ്യൂസിങ് ഏജൻസ് മേ ഇൻക്ലൂഡ് റെഡ്യൂസിങ് ഏജന്റ്. അനേറോബ്സിനെയൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ റെഡ്യൂസിങ് ഏജന്റ് ഉണ്ടായിരിക്കണം. കൂടുതലും അതൊരു സെമി സോളിഡ് കൺസിസ്റ്റൻസിയിലായിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത്. അതൊക്കെ ട്രാൻസ്പോർട്ട് മീഡിയയുടെ ഫീച്ചേഴ്സ് ആണ്. എക്സാമ്പിൾസ് ആണ് സ്റ്റുവർട്ട്സ് ട്രാൻസ്പോർട്ട് മീഡിയം. ഒരു നോൺ ന്യൂട്രിറ്റീവ് സെമി സോളിഡ് മീഡിയമാണ് സ്റ്റുവർട്ട്സ് ട്രാൻസ്പോർട്ട് മീഡിയം എന്ന് പറയുന്നത്. നോൺ ന്യൂട്രിറ്റീവ് സെമി സോളിഡ് മീഡിയം യൂസ്ഡ് ഫോർ ട്രാൻസ്പോർട്ടിംഗ് സ്വാബ്. സ്വാബ് ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട്, ത്രോട്ട് സ്വാബ്, വൂണ്ട് സ്വാബ് ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. മെയിൻറ്റെയിൻ ഓർഗാനിസംസ് ലൈക്ക് നെയ്സീരിയ. നെയ്സീരിയക്ക് ഉള്ളൊരു മീഡിയമാണ് സ്റ്റുവർട്ട്സ് ട്രാൻസ്പോർട്ട് മീഡിയം എന്ന് പറയുന്നത്. അടുത്തത് അമീസ് ട്രാൻസ്പോർട്ട് മീഡിയ. ഇറ്റ് ഈസ് എ മോഡിഫൈഡ് വേർഷൻ ആണ് സ്റ്റുവർട്ട്സിന്റെ. contain charcoal ഉണ്ട് to prevent to neutralize the toxic substance. Neutralized ആകാൻ വേണ്ടിയിട്ട് charcoal. Better survival of fastidious organisms. Carey Blair medium used for fecal specimens, suitable for enteric pathogens like Salmonella, Shigella. ഇതിനൊക്കെയുള്ള ഒരു മീഡിയമാണ്. സാൽമോണല്ലയ്ക്കും ഷിജല്ലയ്ക്കും ഒക്കെ ഉള്ള ഒരു ട്രാൻസ്പോർട്ട് മീഡിയമാണ്. ഫീക്കൽ സ്പെസിമെൻസ് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ഒരു മീഡിയമാണ് കാരി ബ്ലയർ മീഡിയം. അടുത്തത് വിബ്രിയോ കോളറയ്ക്കൊക്കെ ഉള്ളൊരു മീഡിയമാണ് വെങ്കട്ടരാമൻ രാമകൃഷ്ണൻ മീഡിയം. കാരി ബ്ലയർ വിബ്രിയോയ്ക്കും യൂസ് ചെയ്യാവുന്നതാണ്. വെങ്കിട്ടരാമൻ രാമകൃഷ്ണൻ മീഡിയം വിബ്രിയോ കോളറയ്ക്ക് മാത്രമുള്ളൊരു മീഡിയമാണ്. അനേറോബിക് ട്രാൻസ്പോർട്ട് മീഡിയമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ റെഡ്യൂസിങ് ഏജൻസ് എന്തെങ്കിലും ഉണ്ടായിരിക്കണം. ലൈക്ക് തയോഗ്ലൈക്കൊളേറ്റ് ഒക്കെ പ്രസന്റ് ആയിരിക്കണം അനേറോബിക് ബാക്ടീരിയയെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അനേറോബിക് മീഡിയ, അനേറോബിക് ഓർഗാനിസംസിനെ കൾച്ചർ ചെയ്യാനുള്ള മീഡിയത്തിനെയാണ് അനേറോബിക് മീഡിയ എന്ന് പറയുന്നത്. അപ്പൊ അനേറോബിക് ഓർഗാനിസംസ് എന്ന് പറയുമ്പോൾ അവിടെ ഓക്സിജൻ ഒന്നും ആ മീഡിയയിൽ ഡിസോൾഡ് ഓക്സിജൻ ഒന്നും ഉണ്ടാവാൻ പാടില്ല.
അപ്പം അങ്ങനെയുള്ള ഇതെല്ലാം റിമൂവ് ചെയ്യത്തക്ക രീതിയിലുള്ള സബ്സ്റ്റൻസ് ഈ മീഡിയയിൽ ഉണ്ടായിരിക്കണം. ആർ കൾച്ചർ മീഡിയ designed to support the growth of microorganisms that thrive in the absence of oxygen by creating a reduced environment. ഒരു ഓക്സിജൻ ഫ്രീ എൻവയോൺമെന്റ് അവിടെ ഉണ്ടാക്കി കൊടുത്ത് അനേറോബ്സിനെ കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മീഡിയയെയാണ് അനേറോബിക് മീഡിയ എന്ന് പറയുന്നത്. വിച്ച് കണ്ടെയ്ൻ റെഡ്യൂസിങ് ഏജൻസ് ദാറ്റ് റിമൂവ് ഡിസോൾവ്ഡ് ഓക്സിജൻ and lower the oxidation reduction potential. Dissolved oxygen എല്ലാം റിമൂവ് ചെയ്ത് മാറ്റണം. എന്നിട്ട് ഓക്സിഡേഷൻ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറച്ച് ഒരു അനൈറോബിക് എൻവയോൺമെന്റ് അവിടെ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെയുള്ളൊരു കണ്ടീഷൻ ആയിരിക്കണം അവിടെ കൊടുക്കുന്നത്. റെഡ്യൂസിങ് ഏജൻസ് തയോഗ്ലൈക്കൊളേറ്റ്, സിസ്റ്റീൻ ഇതൊക്കെ അടങ്ങിയിട്ടുള്ളതാവാം. ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ വളരെ കുറവായിരിക്കണം. ഇൻഡിക്കേറ്റേഴ്സ് ഈ മീഡിയയിൽ ആഡ് ചെയ്യാം, ഓക്സിജന്റെ പ്രസൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്സിജൻ ഫ്രീ കണ്ടീഷൻസിൽ വേണം ഇത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. കോമൺ ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജൻസ് സോഡിയം തയോഗ്ലൈക്കൊളേറ്റ്, സിസ്റ്റീന്, അസ്കോർബിക് ആസിഡ് ഇതൊക്കെ കോമൺ ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജൻസ് ആണ്. ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു അനേറോബിക് മീഡിയമാണ് റോബർട്ട്സൺസ് കുക്ക്ഡ് മീറ്റ് മീഡിയം, അല്ലെങ്കിൽ ഒരു RCM എന്ന് വിളിക്കുന്നത്. ഒരു അനേറോബിക് മീഡിയമാണ്. ക്ലോസ്ട്രീഡിയത്തിനെ കൾച്ചർ ചെയ്യുകയും അതുപോലെ തന്നെ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യാനായിട്ടുള്ള ഒരു അനേറോബിക് മീഡിയമാണ് Robertson's cooked meat medium used for the cultivation and maintenance. രണ്ടിനും ഉള്ളതാണ്. ഇതിനകത്ത് മീഡിയം കണ്ടെയ്ൻസ് കുക്ക്ഡ് മീറ്റ് പാർട്ടിക്കിൾസ്. ഈ മീറ്റ് പാർട്ടിക്കിൾസ് they liberate saturated fatty acids that will take up the oxygen present in the medium. ഇതിനകത്തുള്ള ഓക്സിജൻ എടുക്കും. And this reaction is catalyzed by hemetin present in the meat. Meat particles like hemetin എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ഈ റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുകയും ചെയ്യും. ദിസ് മീഡിയം കണ്ടെയ്ൻ കുക്ക്ഡ് മീറ്റ് പാർട്ടിക്കിൾസ് ഉണ്ട്. ഇതൊരു റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യും. കാരണം അത് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സിനെ ലിബറേറ്റ് ചെയ്യും. അത് ദാറ്റ് വിൽ ടേക്ക് അപ്പ് ദ ഓക്സിജൻ. പിന്നെ അതുപോലെ തന്നെ എസെൻഷ്യൽ ആയിട്ടുള്ള ന്യൂട്രിയൻസ്, അമിനോ ആസിഡ്സ്, പെപ്റ്റൈഡ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. ഓക്സിഡേഷൻ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ലോ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ദ മീറ്റ് ഓൾസോ ഹെൽപ്സ് ഡീടോക്സിഫൈ ഹാംഫുൾ സബ്സ്റ്റൻസ്. ഹാംഫുൾ ടോക്സിക് സബ്സ്റ്റൻസിനെ ഡീടോക്സിഫൈ ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യും. കുക്ക്ഡ് മീറ്റ്, പെപ്റ്റോൺ, സോഡിയം ക്ലോറൈഡ്, ഗ്ലൂക്കോസ് ചില കേസിൽ, അല്ലെങ്കിൽ ന്യൂട്രിയൻ കുക്ക്ഡ് മീറ്റ് പാർട്ടിക്കിൾസ് ഒരു ബോട്ടിൽ എടുക്കുക, സ്ക്രൂക്ക ബോട്ടിൽ എടുക്കുക, അതിനകത്തോട്ട് മീറ്റ് പാർട്ടിക്കിൾസ് ആഡ് ചെയ്യുക, അതിൻ്റെ മുകളിലേക്ക് ന്യൂട്രിയൻ ബ്രോത്ത് പോർ ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ RCM പ്രിപ്പയർ ചെയ്ത് എടുക്കുന്നത്. അതൊരു ലിക്വിഡ് മീഡിയം ആണ്. സെമി സോളിഡും ഫോമിലോ അല്ലെങ്കിൽ കൂടുതലും ഒരു ലിക്വിഡ് ഫോമിലാണ് അതിരിക്കുന്നത്. ക്രിയേറ്റ്സ് അനൈറോബിക് കണ്ടീഷൻ, ലോങ് ഷെൽഫ് ലൈഫ് ഒക്കെയാണ് ഈ മീഡിയത്തിന്റെ വേറെ പ്രത്യേകത. ക്ലോസ്ട്രീഡിയത്തിനെ കൾട്ടിവേറ്റ് ചെയ്യാനായിട്ടാണ്. പിന്നെ അതിന്റെ പ്രോട്ടിയോലൈറ്റിക് ആക്ടിവിറ്റി നമുക്ക് ഇതിനകത്തുനിന്ന് സ്റ്റഡി ചെയ്യാനായിട്ട് പറ്റും. പ്രോട്ടിയോലൈറ്റിക് ആക്ടിവിറ്റി റിയാക്ഷൻസ്, പ്രോട്ടിയോലൈസിസും ഉണ്ട്, സക്കാരോലൈറ്റിക്കും ഉണ്ട്. പ്രോട്ടിയോലൈറ്റിക് ആയിട്ടുള്ള സ്പീഷീസ് ആണെങ്കിൽ ദ മീറ്റ് പാർട്ടിക്കിൾസ് ടേൺ ബ്ലാക്ക്, സോഫ്റ്റ് ആൻഡ് മീഡിയം മേ ബിക്കം ടർബിഡ് വിത്ത് ഫൗൾ സ്മെൽ. ഒരു ഫൗൾ സ്മെല്ലും കാണും, മീറ്റ് ബ്ലാക്ക് കളറുമായിട്ട് മാറും. ഇനി സക്കാരോലൈറ്റിക് ആക്ടിവിറ്റി ആണെന്നുണ്ടെങ്കിൽ ആസിഡ് പ്രൊഡക്ഷൻ ആണ്. ദ മീറ്റ് പാർട്ടിക്കിൾസ് ടേൺ റെഡ് വിത്ത് എ സോർ സ്മെൽ. അതാണ്. അങ്ങനെ നമുക്ക് ഇത് രണ്ട് ആക്ടിവിറ്റീസ് തമ്മിൽ മനസ്സിലാക്കാനും പറ്റും. പ്രോട്ടിയോലൈറ്റിക് സ്പീഷീസ് ആണോ സക്കാരോലൈറ്റിക് സ്പീഷീസ് ആണോ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അനൈറോബിക് മീഡിയയിലെ അടുത്ത ഒരു കാറ്റഗറിയാണ് തയോഗ്ലൈക്കൊളേറ്റ് മീഡിയം. തയോഗ്ലൈക്കൊളേറ്റ് മീഡിയം, ഇതിനകത്ത് റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയുന്നത് തയോഗ്ലൈക്കൊളേറ്റ് ബ്രോത്ത് ആണ്. sodium thioglycolate ആണ്, which reduce the oxygen to water and thereby lowering the oxidation reduction potential. അങ്ങനെയാണ്
സോഡിയം തയോഗ്ലൈക്കൊലേറ്റ് ആണ് ഇവിടെ ഫങ്ഷൻ ചെയ്യുന്നത് ഒരു റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട്. Oxygen poor zone at the bottom, this allow different type of bacteria to grow different level. ഓക്സിജൻ എപ്പോഴും താഴെ തീരെ കുറവായിരിക്കും, ആ സോൺ അനുസരിച്ച് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനും കൂടി സാധിക്കും. സോഡിയം തയോഗ്ലൈക്കൊലേറ്റ്, പെപ്റ്റോൺ, ഗ്ലൂക്കോസ്, സോഡിയം ക്ലോറൈഡ്. പിന്നെ ഇതിനകത്തെല്ലാം നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും. റെസോസറിൻ എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് റെസോസറിൻ ഇൻഡിക്കേറ്റർ ഓക്സിജന്റെ പ്രസൻസിൽ പിങ്ക് കളർ ആയിരിക്കും, അത് കളർലെസ് ആയിട്ട് മാറും അനേറോബിക് കണ്ടീഷനിൽ. അപ്പൊ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇവിടെ കറക്റ്റ് ആയിട്ട് ഇത് നടന്നിട്ടുണ്ടോ, ഓക്സിജൻ അബ്സോർപ്ഷൻ നടന്നിട്ടുണ്ടോ, അനേറോബിക് കണ്ടീഷൻ ക്രിയേറ്റഡ് ആയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മീഡിയാസ് ആണ് നമ്മൾ പഠിച്ചത്. ഓരോ ഇതനുസരിച്ചും ഓരോ പർപ്പസ് അനുസരിച്ചും നമ്മുടെ ഓരോ യൂസ് അനുസരിച്ചും നമുക്ക് ഓരോ ടൈപ്പിലുള്ള മീഡിയാസ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് കൾച്ചർ മീഡിയ. പിന്നെ കൾച്ചർ മീഡിയയില് നമ്മൾ മെയിനായിട്ടും നോക്കുന്നത്, പ്രത്യേകിച്ചും ന്യൂട്രിയന്റ് അഗാർ പോലെയുള്ള മീഡിയം ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് തന്നെ കൾച്ചറൽ ക്യാരക്ടേഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്താണ് കൾച്ചറൽ ക്യാരക്ടേഴ്സ്? ഓരോ ടൈപ്പ് ഓഫ് മീഡിയയിലുമുള്ള കൾച്ചറൽ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. സോളിഡ് മീഡിയയിലാണെങ്കിൽ നമ്മൾ നോക്കുന്നതാണ് അതിന്റെ ഷേപ്പ്. ഷേപ്പ് എങ്ങനെയൊക്കെ വരാം? സർക്കുലർ ആകാം, ഇറഗുലർ ആകാം, റൈസോയിഡൽ ആകാം. റൂട്ട് ലൈക്ക് ആയിട്ടൊക്കെയുള്ള ഗ്രോത്ത് ഉള്ളതുണ്ട്, അതാണ് റൈസോയിഡ് എന്ന് പറയുന്നത്. സൈസ്, ചെറിയ സൈസ് തൊട്ട് ലാർജ് സൈസ് വരെ, പിൻ പോയിന്റ് സൈസ് തൊട്ടുണ്ട്, മീഡിയം ഉണ്ട്, സ്മോൾ ഉണ്ട്, വെരി ലാർജ് ഉണ്ട്, അങ്ങനെ പല സൈസിലുള്ള, അത് ഓഫൺ മില്ലിമീറ്റേഴ്സിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. എലിവേഷൻ, എഫ്യൂസ്, എലിവേറ്റഡ്, കോൺവെക്സ്, കോൺകേവ്, അംബൊണേറ്റ്, അംബിലിക്കേറ്റ്, അങ്ങനെ പല ഇതാണ് എലിവേഷൻ. മാർജിൻ, കോളനിയുടെ മാർജിൻ എങ്ങനെയാണ്? ബെവൽഡ്, അതർവൈസ് സർഫസ്, അതിന്റെ സർഫസ് എങ്ങനെയാണ്? സ്മൂത്ത്, വേവി, ഗ്രാനുലാർ, ഗ്ലിസണിങ്, ഇങ്ങനെയൊക്കെയുള്ള സർഫസുകൾ വരാം. എഡ്ജ്, എൻഡെയർ ആയിട്ടുള്ളതുണ്ട്, അണ്ടുലേറ്റ്, ക്രിനേറ്റഡ്, ഫിംബ്രിയേറ്റ്, കേൾഡ്, അങ്ങനെയൊക്കെയുള്ള എഡ്ജസ് ഉള്ള ആണ് എഡ്ജസിൽ നമ്മൾ നോക്കുന്നത്. ഇനി കളർ നോക്കാം. ചില ബാക്ടീരിയ ഉണ്ട് കളർ പ്രൊഡ്യൂസ് ചെയ്യുന്നതുണ്ട്. ഗോൾഡൻ യെല്ലോ, വൈറ്റ്, ബഫ്, ഗ്രീൻ കളറ്, റെഡ് കളറ്, അങ്ങനെയൊക്കെയുള്ള കോളനീസ് ഉണ്ട്. സ്ട്രക്ചർ ഒപ്പേക്ക് ആണോ, ട്രാൻസ്ലൂസൻ, അതിന്റെ ലൈറ്റ് പാസിംഗ് കപ്പാസിറ്റി അനുസരിച്ചിട്ട്. തീരെ ലൈറ്റ് പാസ് ചെയ്യാത്തതാണ് ഒപ്പേക്ക്, ട്രാൻസ്ലൂസൻറ്റ്, ട്രാൻസ്പെയറൻറ്റ്. കൺസിസ്റ്റൻസി, മെംബ്രേനിയസ്, ഫ്രയബിൾ, ബ്യൂട്ടറസ്, വിസിഡ്, എമൽസിഫയബിലിറ്റി, ഇതൊക്കെയാണ് കൺസിസ്റ്റൻസിയിൽ നമ്മൾ നോക്കുന്ന കാര്യങ്ങൾ. ഇനി ഒരു ലിക്വിഡ് മീഡിയം ആണെങ്കിൽ ഓരോ ടൈപ്പിലും ഓരോ രീതിയിലാണ് ഗ്രോത്ത് പാറ്റേൺസ് കാണിക്കുന്നത്. ലിക്വിഡ് മീഡിയയിൽ ഇത് മുഴുവൻ നേരത്തെ പറഞ്ഞത് മുഴുവൻ സോളിഡ് മീഡിയയിൽ കോളനി മോർഫോളജി എങ്ങനെയാണ് എന്നുള്ളതാണ്. ഇനി ലിക്വിഡ് മീഡിയയിൽ ടെർബിഡിറ്റി ആണ് അതിന്റെ ഗ്രോത്ത് പാറ്റേൺ എന്ന് പറയുന്നത്. പ്രസൻസ് ഓഫ് ഡിപ്പോസിറ്റ് ആൻഡ് ഇറ്റ്സ് ക്യാരക്ടർ, നേച്ചർ ഓഫ് സർഫസ് ഗ്രോത്ത് എങ്ങനെയാണ്, ടർബിഡിറ്റി എങ്ങനെയാണ് എന്നൊക്കെയുള്ളതാണ് ലിക്വിഡ് മീഡിയയിൽ നോക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഒരു മീഡിയം, കൾച്ചർ മീഡിയം നമ്മൾ വെക്കുന്നത് കോളനി ക്യാരക്ടേഴ്സ് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് ആകാം, ഇല്ലെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ പർപ്പസ് ആകാം. സ്പെഷ്യൽ പർപ്പസിൽ ആദ്യം കോളനി ക്യാരക്ടേഴ്സ് നമ്മൾ നോക്കുന്നത് മിക്കതും സിമ്പിൾ ബേസൽ മീഡിയം ഉപയോഗിച്ചിട്ടാണ്. സ്പെഷ്യൽ പർപ്പസ് മീഡിയാസ് ആണ് ഓരോ പെർട്ടിക്കുലർ ക്യാരക്ടേഴ്സിനും ഓരോ പെർട്ടിക്കുലർ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിക്കാനും ഒക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അത് ഓരോന്നും എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നാണ് നമ്മൾ ഓരോ മീഡിയയിലുമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കൾച്ചർ മെത്തേഡ്സിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം കൾച്ചർ മെത്തേഡ്സ് എന്തുവാണെന്ന് നോക്കാം. കൾച്ചർ മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ ലബോറട്ടറി ടെക്നിക്സ് യൂസ് ടു ഗ്രോ, isolate and identify microorganism by providing suitable environment and nutritional conditions. They are laboratory techniques.
മൈക്രോ ഓർഗാനിസംസിനെ ഗ്രോ ചെയ്യിപ്പിക്കാൻ, ഐസൊലേറ്റ് ചെയ്യിപ്പിക്കാൻ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന കൾച്ചർ അല്ലെങ്കിൽ ലബോറട്ടറി ടെക്നിക്സിനെയാണ് നമ്മൾ കൾച്ചർ മെത്തേഡ്സ് എന്ന് പറയുന്നത്. പലതരത്തിലുള്ള ലബോറട്ടറി ടെക്നിക്സ് നമുക്ക് ഉപയോഗിക്കണം ഓർഗാനിസത്തിനെ ഗ്രോ ചെയ്യാനും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ കൾച്ചർ മെത്തേഡിനും ഓരോ ഓബ്ജക്റ്റീവ് ആണുള്ളത്. എന്ത് പർപ്പസിന് വേണ്ടിയാണ് നമ്മൾ അത് ചെയ്യുന്നത്, ആ പർപ്പസിനെ ബേസ് ചെയ്തിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്ന കൾച്ചർ മെത്തേഡ്സ്. അപ്പൊ അത് എന്തൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കൾച്ചർ മെത്തേഡ്സ്, ഏതൊക്കെയാണ്, എന്താണ് അതിന്റെ പർപ്പസ് എന്നുള്ളതുമാണ് നമ്മൾ ഇനി ഈ ഒരു ടോപ്പിക്കിനകത്ത് പഠിക്കാനായിട്ട് പോകുന്നത്. സോ വാട്ട് ആർ ദ ഓബ്ജക്റ്റീവ്സ് ഓഫ് കൾച്ചർ മെത്തേഡ്സ്? അപ്പൊ ഇതിന്റെ ഓബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. മെയിൻ ആയിട്ടുള്ള കൾച്ചർ മെത്തേഡ്സിന്റെ ഓബ്ജക്റ്റീവ്സ്: ഐസൊലേഷൻ ഓഫ് മൈക്രോ ഓർഗാനിസം. അപ്പോൾ ഓരോ കൾച്ചർ മെത്തേഡ്സിനും ഓരോ ഓബ്ജക്റ്റീവ്സ് ആണ് ഉള്ളത്. ഐസൊലേഷൻ ഓഫ് മൈക്രോ ഓർഗാനിസം: to separate a specific microorganism from a mixed population and maintain it in pure form. മിക്സ്ഡ് പോപ്പുലേഷനിൽ നിന്ന് ഓർഗാനിസംസിനെ സെപ്പറേറ്റ് ചെയ്യുക, മിക്സ്ഡ് കൾച്ചറിൽ നിന്ന് ഓർഗാനിസംസിനെ സെപ്പറേറ്റ് ചെയ്ത് പ്യൂരിഫൈ ചെയ്ത് എടുക്കുക, അതാണ് ഐസൊലേഷൻ്റെ കൾച്ചർ മെത്തേഡിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്. ദെൻ identification of microorganism: to identify bacteria or other microorganisms based on colony morphology, staining and biochemical characters. Bacteria identify ചെയ്യുക, to identify bacteria or other microbes based on colony morphology. നമ്മൾ അതിൻ്റെ കോളനി മോർഫോളജി പഠിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ സ്റ്റെയിനിങ് ആൻഡ് ബയോകെമിക്കൽ ക്യാരക്ടേഴ്സ്, ഇതിൻ്റെ എല്ലാം ബേസിൽ ഓർഗാനിസത്തിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. അപ്പൊ ഇതിനെല്ലാം നമുക്ക് കൾച്ചർ മെത്തേഡ്സ് ചെയ്ത് ഓർഗാനിസത്തിനെ പ്യൂരിഫൈ ചെയ്തെടുത്ത് മാത്രമാണ് നമുക്ക് അതിൻ്റെ കോളനി മോർഫോളജി പഠിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ അതിൻ്റെ കോളനി മോർഫോളജി പഠിക്കുക, അതിനെ സ്റ്റെയിൻ ചെയ്യുക, ബയോകെമിക്കൽ ക്യാരക്ടേഴ്സ് പഠിക്കുക. ഇതിനൊക്കെ വേണ്ടിയിട്ട് സ്റ്റഡി ഓഫ് മോർഫോളജി. ഇപ്പൊ കോളനി മോർഫോളജി പഠിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ സൈസ്, ഷേപ്പ്, അറേഞ്ച്മെന്റ്, അത് മുമ്പേ നമ്മൾ പറഞ്ഞു, കൾച്ചർ മീഡിയയിൽ നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ് കോളനി മോർഫോളജിയിൽ വരുന്നതെന്നുള്ളത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ കോളനി മോർഫോളജിയിൽ വരുന്ന ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സ്റ്റഡി ഓഫ് കൾച്ചറൽ ക്യാരക്ടേഴ്സ്, അത് തന്നെ കൾച്ചറൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോഴും ഇതൊക്കെ തന്നെ കോളനി അപ്പിയറൻസ്, ഷേപ്പ്, കളറ്, ഇതൊക്കെ എലിവേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ബയോകെമിക്കൽ ടെസ്റ്റിംഗ്, ചില ബയോകെമിക്കൽ ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞ കൾച്ചർ മെത്തേഡ്സിൽ പലതും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബയോകെമിക്കൽ ടെസ്റ്റുകളൊക്കെ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ആന്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി ടെസ്റ്റ്, ഓർഗാനിസത്തിന്റെ ആന്റിബയോട്ടിക്സിനോടുള്ള അതിൻ്റെ സസെപ്റ്റിബിലിറ്റി എങ്ങനെയാണ്, അത് റെസിസ്റ്റന്റ് ആണോ, സെൻസിറ്റീവ് ആണോ, ഇന്റർമീഡിയറ്റ് ആണോ, ഇതൊക്കെ മനസ്സിലാക്കാൻ ആന്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി ടെസ്റ്റിങ്. പിന്നെ ക്വാണ്ടിഫിക്കേഷൻ ഓഫ് മൈക്രോ ഓർഗാനിസം, ഒരു സാമ്പിളിനകത്തുള്ള നമ്പർ ഓഫ് ഓർഗാനിസംസ് എന്തുമാത്രം, വയബിൾ ആയിട്ടുള്ള ഓർഗാനിസംസ് എന്തുമാത്രം ഉണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ അതിനെ ക്വാണ്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻ്റനൻസ് ഓഫ് പ്യുവർ കൾച്ചർ നമ്മൾ സ്റ്റോക്ക് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള കേസസിൽ റിസർച്ച് ആൻഡ് ഇൻഡസ്ട്രിയൽ യൂസ്, റിസർച്ച് പർപ്പസിൽ ആൻറ്റിബയോട്ടിക്സ്, എൻസൈം, വാക്സിൻസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ലാർജ് എമൗണ്ടിലൊക്കെ ഗ്രോത്ത് ആവശ്യമാണ്. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് ഓരോ ഇൻഫെക്ഷ്യസ് ഡിസീസും ഡയഗ്നോസ് ചെയ്യണം. അപ്പം ഇതിനെ ഐഡന്റിഫൈ ചെയ്തെടുത്താൽ മാത്രമാണ് നമുക്കിത് ഡയഗ്നോസ് ചെയ്ത് മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഓരോ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൾച്ചർ മെത്തേഡ്സ് നമ്മൾ ചെയ്യുന്നത്. ഇനി ഈ കൾച്ചർ മെത്തേഡ്സിനെ തന്നെ നമുക്ക് പലതായിട്ട് ഡിവൈഡ് ചെയ്യാം, പല പർപ്പസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫിസിക്കൽ നേച്ചറിന്റെ ബേസിൽ, ഓക്സിജൻ റിക്വയർമെന്റ്, ഇതിൻ്റെയൊക്കെ ബേസിൽ. ബേസ്ഡ് ഓൺ ഫിസിക്കൽ സ്റ്റേറ്റ് സോളിഡ് കൾച്ചർ മെത്തേഡ്സ് ഉണ്ട്. സോളിഡ് കൾച്ചർ മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ സോളിഡ് മീഡിയം ഉപയോഗിച്ചായിരിക്കും അത് ചെയ്യുന്നത്.
അതിന് എക്സാമ്പിൾസ് ആണ് അവിടെ വിസിബിൾ ആയിട്ടുള്ള കോളനീസ് ഒക്കെ ഫോം ചെയ്യും. എക്സാമ്പിൾസ് ആണ് സ്ട്രീറ്റ് പ്ലേറ്റ് മെത്തേഡും സ്പ്രെഡ് പ്ലേറ്റ് മെത്തേഡും പോർ പ്ലേറ്റ് മെത്തേഡും. പ്യുവർ കൾച്ചർ ഐസൊലേഷന് വേണ്ടിയിട്ട് കൗണ്ടിങ് ബാക്ടീരിയക്ക് ഉള്ളതാണ് സ്പ്രെഡ് പ്ലേറ്റ്, വയബിൾ കൗണ്ട്, അതുപോലെ തന്നെ കൗണ്ടിങ് ബാക്ടീരിയക്ക് തന്നെ ഉള്ളതാണ് സ്പ്രെഡ് പ്ലേറ്റും പോർ പ്ലേറ്റും. ഇത് രണ്ടും പ്യുവർ കൾച്ചർ ഐസൊലേഷന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് സ്ട്രീറ്റ് പ്ലേറ്റ്. ഇതെല്ലാം സോളിഡ് കൾച്ചർ മെത്തേഡ്സ് ആണ്, സോളിഡ് മീഡിയയിൽ ചെയ്യുന്ന മെത്തേഡ്സ് ആണ്. കോളനി മോർഫോളജി, ഐസൊലേഷൻ ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ലിക്വിഡ് കൾച്ചർ മീഡിയ ബ്രോത്ത് മീഡിയയിൽ നമ്മൾ ചെയ്യുന്നതാണ്. ബ്രോത്ത് മീഡിയയിൽ ടർബിഡിറ്റി ആണ് നമുക്ക് ഗ്രോത്ത് അപ്പിയർ ചെയ്യുന്നത്, ടർബിഡിറ്റി ആയിട്ടാണ് അപ്പിയർ ചെയ്യുന്നത്. ഇത് ബയോകെമിക്കൽ ടെസ്റ്റിങ്ങിനൊക്കെ ഉപയോഗിക്കാം. മാസ് കൾട്ടിവേഷൻ, ബാക്ടീരിയയുടെ മാസ് കൾട്ടിവേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഒത്തിരി എമൗണ്ടിലൊക്കെ ഗ്രോത്ത് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ലിക്വിഡ് കൾച്ചേഴ്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇനി സെമി സോളിഡ് കൾച്ചർ മെത്തേഡ് കണ്ടെയ്ൻസ് ലോ കോൺസെൻട്രേഷൻ ഓഫ് അഗാർ. അഗാർ കോൺസെൻട്രേഷൻ കുറവാണ്. അത് മോട്ടിലിറ്റി ടെസ്റ്റിങ്, ഓക്സിജൻ റിക്വയർമെന്റ്സ്, ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സെമി സോളിഡ് കൾച്ചർ മെത്തേഡ്, സെമി സോളിഡ് മീഡിയം ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ഓക്സിജൻ റിക്വയർമെന്റിന്റെ ബേസിൽ എയ്റോബിക് കൾച്ചർ മെത്തേഡും ഉണ്ട്, അനെയ്റോബിക് കൾച്ചർ മെത്തേഡും ഉണ്ട്. ഇവിടെ ഓക്സിജന്റെ പ്രസൻസിൽ ചെയ്യുന്നതാണ്. അനെയ്റോബിക് എന്ന് പറയുമ്പോൾ ഓക്സിജന്റെ ആബ്സെൻസിൽ ചെയ്യുന്നതാണ്. അപ്പൊ അവിടെ ഓക്സിജൻ ആബ്സെന്റ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ്, അത് നമ്മൾ വേറൊരു കാറ്റഗറിയിൽ തന്നെയാണ് അനെയ്റോബിക് കൾച്ചർ മെത്തേഡ്സ് പഠിക്കാൻ പോകുന്നത്. ഗ്യാസ് പാക്ക് അങ്ങനെയൊക്കെയുള്ള മീഡിയ ഉപയോഗിച്ച് തന്നെ. മൈക്രോ എയ്റോഫിലിക് എന്ന് പറയുമ്പോൾ ലോ ഓക്സിജൻ കോൺസെൻട്രേഷൻ മതിയാവുന്ന കേസിൽ ചെയ്യുന്നത്. ഇനി നമ്മുടെ പർപ്പസ് എന്താണ്? അതിന്റെ ബേസിൽ പ്രൈമറി കൾച്ചർ, സ്പെസിമെനിൽ നിന്ന് നേരിട്ട് ഐസൊലേറ്റ് ചെയ്യുന്നതാണ് പ്രൈമറി കൾച്ചർ എന്ന് പറയുന്നത്. മിക്സ്ഡ് ഓർഗാനിസംസ് ആയിരിക്കും. പ്യുവർ കൾച്ചർ എന്ന് പറയുമ്പോൾ ഓൺലി വൺ ടൈപ്പ് ഓഫ് ഓർഗാനിസം മാത്രമേ അവിടെ കാണത്തുള്ളൂ. സെലക്റ്റീവ് കൾച്ചർ എന്ന് പറയുമ്പം സെലക്റ്റീവ് മീഡിയം ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നതാണ് സെലക്റ്റീവ് കൾച്ചർ. ഇപ്പം മെക്കോങ്കിയിലൊക്കെ ചെയ്യുവാണെങ്കിൽ സെലക്റ്റീവ് കൾച്ചർ ആണ്. ഡിഫറൻഷ്യൽ മീഡിയയിൽ ചെയ്യുവാണെങ്കിൽ ഡിഫറൻഷ്യൽ കൾച്ചർ ആയിരിക്കും. എൻറിച്ച്മെന്റ് കൾച്ചർ, ഏതെങ്കിലും എൻറിച്ച്മെന്റ് മീഡിയം ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെ എൻറിച്ച്മെന്റ് കൾച്ചർ എന്ന് നമുക്ക് പറയാം. ഇപ്പൊ സെലിനൈറ്റ് എഫ് ബ്രോത്ത് ഒക്കെ ഉപയോഗിച്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ. ഇനി ഇതല്ലാതെ സ്പെഷ്യൽ കൾച്ചർ മെത്തേഡ്സ് ഉണ്ട്. ബാച്ച് കൾച്ചറും കണ്ടിന്യൂസ് കൾച്ചറും. ബാച്ച് കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രാവശ്യം മാത്രമേ ന്യൂട്രിയന്റ് ആഡ് ചെയ്യത്തുള്ളൂ. കൂടെ കൂടെ ന്യൂട്രിയന്റ് ആഡ് ചെയ്യുകയോ ടോക്സിക് പ്രോഡക്ട്സ് റിമൂവ് ചെയ്യുകയോ ഒന്നും ചെയ്യാത്തതാണ് ബാച്ച് കൾച്ചർ എന്ന് പറയുന്നത്. ഈ ബാച്ച് കൾച്ചർ ആണ് സാധാരണ നമ്മൾ ഗ്രോത്ത് കർവ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ബാച്ച് കൾച്ചർ ആണ് യൂസ് ചെയ്യുന്നത്. കണ്ടിന്യൂസ് കൾച്ചർ എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ്ലി നമ്മൾ ന്യൂട്രിയൻസ് ആഡ് ചെയ്തുകൊണ്ടിരിക്കും, അറ്റ് ദ സെയിം ടൈം നമ്മൾ ടോക്സിക് പ്രോഡക്ട്സ് റിമൂവ് ചെയ്തുകൊണ്ടും ഇരിക്കും. അങ്ങനെയുള്ളതാണ് കണ്ടിന്യൂസ് കൾച്ചർ എന്ന് പറയുമ്പോൾ. കണ്ടിന്യൂസ് കൾച്ചർ എന്ന് പറഞ്ഞാൽ ഓൾവേസ് ദ ഓർഗാനിസംസ് ആർ ഇൻ ദ ലോഗരിതമിക് ഫേസ്, മൾട്ടിപ്ലൈയിങ് ഫേസിലായിരിക്കും ഓർഗാനിസംസ് എപ്പോഴും. പിന്നെ അതൊരു ഡെത്ത് ഫേസിലേക്ക് ഒരു ഗ്രോത്ത് കർവ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ബാക്ടീരിയയുടെ ഗ്രോത്ത് കർവ് വരുന്നത്. ഇങ്ങനെയാണ് ബാക്ടീരിയയുടെ ഗ്രോത്ത് കർവ് വരുന്നത്. ഇത് അതിന്റെ ലാഗ് ഫേസ് ആണ്, ഇത് ലോഗരിതമിക് ഫേസ് ആണ്, ഇത് സ്റ്റേഷനറി ഫേസ് ആണ്, ഇത് ഡെത്ത് ഫേസ് ആണ്. അപ്പം ഇവിടുന്ന് അങ്ങോട്ട് ഓർഗാനിസം മൾട്ടിപ്ലൈ ചെയ്യത്തില്ല സ്റ്റേഷനറി ഫേസിലും ഡെത്ത് ഫേസിലും വരുമ്പോഴത്തേക്ക്. ഇവിടെ ഓർഗാനിസം ആക്റ്റീവ്ലി മൾട്ടിപ്ലൈയിങ് ഫേസിലാണ്. അപ്പൊ കണ്ടിന്യൂസ് കൾച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഓർഗാനിസംസ് എപ്പോഴും ലോഗരിതമിക് ഫേസിലായിരിക്കും. അപ്പൊ കണ്ടിന്യൂസ് കൾച്ചർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം കീമോസ്റ്റാറ്റ്, ടർബിഡോസ്റ്റാറ്റ്, ഇതൊക്കെ നമുക്ക് കണ്ടിന്യൂസ് കൾച്ചറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ടിഷ്യൂ കൾച്ചർ, വൈറസ്, അതുപോലെ ഇൻട്രാ സെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസംസ്, റിക്കറ്റ്സിയ, ക്ലമൈഡിയ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ കൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ലിവിങ് സെൽസ് ഒക്കെ ഉപയോഗിച്ച് കൾച്ചർ ചെയ്യുന്നതാണ് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ പർപ്പസ് അനുസരിച്ച് കൾച്ചർ മെത്തേഡ്സ് പലതരത്തിലുണ്ട്. ഇനി നമുക്ക് ഓരോ കൾച്ചർ മെത്തേഡ്സും എന്താണ്, അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. സ്ട്രീക്ക് കൾച്ചർ. സ്ട്രീക്ക് കൾച്ചർ എന്ന് പറഞ്ഞാൽ ഈസ് എ ടെക്നിക് യൂസ് ടു ഐസൊലേറ്റ് പ്യുവർ കോളനീസ് ഓഫ് മൈക്രോ ഓർഗാനിസം. പ്യുവർ കോളനീസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കൾച്ചർ മെത്തേഡാണ് സ്ട്രീക്ക് കൾച്ചർ എന്ന് പറയുന്നത്. ഫ്രം എ മിക്സ്ഡ് സാമ്പിൾ അല്ലെങ്കിൽ ഫ്രം എ മിക്സ്ഡ് കൾച്ചർ
പ്യുവർ ആയിട്ടുള്ള കൾച്ചർ കിട്ടാൻ വേണ്ടിയിട്ട്, വെൽ ഐസൊലേറ്റഡ് ആയിട്ടുള്ള കോളനീസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കൾച്ചർ മെത്തേഡാണ് സ്ട്രീക്ക് കൾച്ചർ എന്ന് പറയുന്നത്. ഇനി എന്താണ് സ്ട്രീക്ക് കൾച്ചറിന്റെ പ്രിൻസിപ്പിൾ? എന്തുകൊണ്ടാണ് നമുക്ക് വെൽ ഐസൊലേറ്റഡ് കോളനീസ് കിട്ടുന്നത്? മെത്തേഡ് വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് മെക്കാനിക്കൽ ഡൈല്യൂഷൻ. നമ്മുടെ സാമ്പിള് ഡൈല്യൂട്ടഡ് ആകുകയാണ്. സാമ്പിൾ ഡൈല്യൂട്ടഡ് ആകുന്നതിനനുസരിച്ചിട്ട് കോളനീസ് സെപ്പറേറ്റഡ് ആകും, വെൽ ഐസൊലേറ്റഡ് ആയിട്ടുള്ള കോളനീസ് കിട്ടും. ആസ് ദ ഇനോക്കുലം ഈസ് സ്ട്രീക്ക് അക്രോസ് ദ അഗാർ സർഫസ്, ദ നമ്പർ ഓഫ് മൈക്രോ ഓർഗാനിസം ഡിക്രീസ് ലീഡിങ് ടു ദ ഫോർമേഷൻ ഓഫ് വെൽ ഐസൊലേറ്റഡ് കോളനീസ്. നമ്മൾ സ്ട്രീക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇതിന്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ അതിന്റെ കോൺസെൻട്രേഷൻ കുറയുന്നു. അങ്ങനെ നമുക്ക് വെൽ ഐസൊലേറ്റഡ് ആയിട്ടുള്ള കോളനീസ് കിട്ടുകയും ചെയ്യും. അങ്ങനെ ചെയ്യുന്ന, അതിനുവേണ്ടി വെൽ ഐസൊലേറ്റഡ് കോളനീസ് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് സ്ട്രീക്ക് കൾച്ചർ. ടു ഒബ്റ്റൈൻ പ്യുവർ കൾച്ചർ ഫ്രം മിക്സ്ഡ് ഓർഗാനിസംസ്. പിന്നെ ടു സ്റ്റഡി ദ കോളനി മോർഫോളജി. ഇപ്പം വെൽ ഐസൊലേറ്റഡ് കോളനീസ് കിട്ടിയിട്ട് വേണം നമുക്കതിൻ്റെ കോളനി മോർഫോളജി പഠിക്കാനായിട്ട്. അപ്പം അതിനു വേണ്ടി ഉപയോഗിക്കാം, ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇനി സ്ട്രീക്ക് കൾച്ചർ തന്നെ പല തരത്തിലുള്ള സ്ട്രീക്ക് കൾച്ചർ ഉണ്ട്. അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള നമ്മൾ ചെയ്യുന്ന ഒരു സ്ട്രീക്ക് കൾച്ചറാണ് ക്വാഡ്രന്റ് സ്ട്രീക്ക് മെത്തേഡ് എന്ന് പറയുന്നത്. ക്വാഡ്രന്റ് സ്ട്രീക്ക് മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത്, നമ്മളൊരു ന്യൂട്രന്റ് അഗാർ പ്ലേറ്റ് അല്ലെങ്കിൽ ഒരു അഗാർ പ്ലേറ്റ് നമ്മൾ എടുക്കുന്നു. മീഡിയം സ്റ്റെറിലൈസ് ചെയ്ത് പോർ ചെയ്തിട്ടുള്ള ഒരു പ്ലേറ്റ് നമ്മൾ എടുക്കുന്നു. ആ പ്ലേറ്റിന്റെ ഒരു സർഫസിലേക്ക് നമ്മൾ ലൂപ്പ് ഫുൾ ഇനോക്കുലം നമ്മൾ സ്പ്രെഡ് ചെയ്യുന്നു. ലൂപ്പ് ഫുൾ ഇനോക്കുലം നമ്മൾ സ്പ്രെഡ് ചെയ്യുന്നു. ദ ലൂപ്പ് ഈസ് സ്റ്റെറിലൈസ്ഡ്. ലൂപ്പ് ഫുൾ ഓഫ് കൾച്ചർ, ലൂപ്പ് ഫുൾ ഓഫ് കൾച്ചർ നമ്മൾ സ്പ്രെഡ് ചെയ്യുന്നു. ലൂപ്പ് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്നു, കൂൾ ചെയ്യുന്നു. ആൻഡ് ഫ്രം ദിസ് ഇസ് നോൺ ആസ് ദ വെൽ ഇനോക്കുലം. ഇതിനെ വെൽ ഇനോക്കുലം അല്ലെങ്കിൽ മദർ ഇനോക്കുലം എന്നൊക്കെ നമുക്ക് പറയാം. ഇതിൽ നിന്ന് നമ്മൾ ഈ വെൽ ഇനോക്കുലത്തിൽ നിന്ന് നമ്മൾ ലൈൻസ് ഡ്രോ ചെയ്യുന്നു. ഫ്രം ദ വെൽ ഇനോക്കുലം ഡ്രോ 5-6 ലൈൻസ് ഫ്രം ദ വെൽ ഇനോക്കുലം. വെൽ ഇനോക്കുലത്തിൽ നിന്ന് നമ്മൾ ലൈൻസ് വിത്തൗട്ട് ടച്ചിങ്, ഒരു ലൈനെ ടച്ച് ചെയ്യാതെ നമ്മൾ ലൈൻസ് ഡ്രോ ചെയ്യുന്നു. ദിസ് ഈസ് നോൺ ആസ് ദ പ്രൈമറി ഇനോക്കുലം. ഇതിനെ പ്രൈമറി ഇനോക്കുലം എന്ന് നമ്മൾ വിളിക്കും. ഈ പ്രൈമറി ഇനോക്കുലത്തിന്റെ അഗെയിൻ ലൂപ്പ് ഈസ് സ്റ്റെറിലൈസ്ഡ്, കൂൾഡ്. ഈ പ്രൈമറി ഇനോക്കുലത്തിന്റെ ഡിസ്റ്റൽ എൻഡിൽ നിന്ന് വീണ്ടും നമ്മൾ ലൈൻസ് ഡ്രോ ചെയ്യുന്നു. 4-5-6 ലൈൻസ് നമ്മൾ ഡ്രോ ചെയ്യുന്നു. ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് ദ സെക്കൻഡറി ഇനോക്കുലം. ഇതിനെ നമ്മൾ സെക്കൻഡറി ഇനോക്കുലം എന്ന് വിളിക്കുന്നു. എഗെയിൻ ഈ പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു. ലൂപ്പ് സ്റ്റെറിലൈസ് ചെയ്യുന്നു, കൂൾ ചെയ്യുന്നു. ഇതിന്റെ ഡിസ്റ്റൽ എൻഡിൽ നിന്ന് വീണ്ടും നമ്മൾ ലൈൻസ് ഡ്രോ ചെയ്യുന്നു. ടെർഷ്യറി ഇനോക്കുലം, ക്വാട്ടേർണറി ഇനോക്കുലം. അങ്ങനെ വീണ്ടും നമ്മൾ ക്വാട്ടേർണറി ഇനോക്കുലം വരയ്ക്കുന്നു. അങ്ങനെ ക്വാട്ടേർണറി ഇനോക്കുലം വരെ നമ്മൾ ചെയ്യുന്ന ആ മെത്തേഡിനെയാണ് നമ്മൾ ക്വാഡ്രന്റ് സ്ട്രീക്ക് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ മദർ ഇനോക്കുലത്തിൽ നമ്മൾ എടുത്തതിനേക്കാളും ഓർഗാനിസത്തിന്റെ നമ്പർ കുറവാണ് പ്രൈമറി, അതിനേക്കാൾ കുറവ് സെക്കൻഡറി, അങ്ങനെ വരും. അതായത് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ ഇനോക്കുലം ഈസ് ഡിക്രീസ്ഡ് ഓർ ഡൈല്യൂട്ടഡ്. നമ്മുടെ സാമ്പിൾ ഡൈല്യൂട്ടഡ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ സാമ്പിൾ ഡൈല്യൂട്ടഡ് ആകുന്നതിനനുസരിച്ച് മെക്കാനിക്കൽ ഡൈല്യൂഷൻ എന്നാണ് അതിന്റെ പ്രിൻസിപ്പിളിനകത്ത് പറഞ്ഞിരിക്കുന്നത്. സാമ്പിൾ ഡൈല്യൂട്ടഡ് ആകുന്നതിനനുസരിച്ച് നമ്മുടെ കോളനീസും സെപ്പറേറ്റഡ് ആകും. അപ്പോൾ വെൽ ഇനോക്കുലത്തിൽ നമുക്ക് ക്രൗഡഡ് ആയിട്ടായിരിക്കും, പ്രൈമറിയിലൊക്കെ ചിലപ്പോൾ നമുക്ക് ക്രൗഡഡ് ആയിട്ടായിരിക്കും കോളനീസ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ടെർഷ്യറി വരുമ്പോൾ അല്ലെങ്കിൽ ക്വാട്ടേർണറി വരുമ്പോൾ അത് സാമ്പിളിന്റെ കോൺസെൻട്രേഷൻ അനുസരിച്ചിട്ടിരിക്കും. വരുമ്പോൾ നമുക്ക് വെൽ ഐസൊലേറ്റഡ് ആയിട്ടുള്ള കോളനീസ് നമുക്ക് കിട്ടിയിരിക്കും. അപ്പൊ അങ്ങനെ ചെയ്യുന്ന മെത്തേഡാണ് ക്വാഡ്രന്റ് സ്ട്രീക്ക് മെത്തേഡ്. അപ്പൊ അങ്ങനെ വെൽ ഐസൊലേറ്റഡ് ആയിട്ടുള്ള കോളനീസ് നമുക്ക് അവിടെ കിട്ടും. അതാണ് ക്വാഡ്രന്റ് സ്ട്രീക്ക് മെത്തേഡ്.
ഇനി അടുത്ത വേറൊരു മെത്തേഡാണ് ടി സ്ട്രീക്ക് എന്ന് പറയുന്നത്. ടി സ്ട്രീക്ക് ഈസ് എ ടൈപ്പ് ഓഫ് സ്ട്രീക്ക് കൾച്ചർ ടെക്നിക്. ഇതും അതുപോലെ തന്നെ യൂസ് ടു ഐസൊലേറ്റ് പ്യുവർ കോളനീസ് ബൈ സ്ട്രീക്കിംഗ് ദ അഗാർ പ്ലേറ്റ് ഇൻ എ പാറ്റേൺ റിസംബ്ലിംഗ് ദ ലെറ്റർ ടി. ലെറ്റർ ടിയുടെ ഷേപ്പിൽ നമ്മൾ സ്ട്രീക്ക് ചെയ്യുന്നതിനെയാണ് ടി സ്ട്രീക്ക് എന്ന് പറയുന്നത്. ചെയ്തു, ഇവിടെ നിന്ന് ഇവിടെ ചെയ്തു, അവിടെ നിന്ന് വീണ്ടും നമ്മൾ അടുത്ത ക്വാഡ്രന്റ് നമ്മൾ ചെയ്യുന്നു. അങ്ങനെ ഒരു ലെറ്റർ ടിയുടെ ഷേപ്പിൽ ചെയ്യുന്ന മെത്തേഡിനെയാണ് ടി സ്ട്രീക്ക് എന്ന് പറയുന്നത്. ഇതും മെക്കാനിക്കൽ ഡൈല്യൂഷൻ ആണ്, വേർ ദ നമ്പർ ഓഫ് മൈക്രോ ഓർഗാനിസം ഡിക്രീസ് ആസ് ദ ഇനോക്കുലം ഈസ് സ്പ്രെഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഡൈല്യൂട്ടഡ് ആകും, വെൽ ഐസൊലേറ്റഡ് കോളനീസ് കിട്ടും. ക്വാഡ്രന്റ് സ്ട്രീക്കിനേക്കാൾ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പം നമുക്ക് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ്. കണ്ടിന്യൂസ് സ്ട്രീക്ക് ടു ഒബ്റ്റെയിൻ ഐസൊലേറ്റഡ് കോളനീസ് അത്ര എഫക്റ്റീവായിട്ട് നമുക്ക് ഇവിടെ കിട്ടത്തില്ല. ഐസൊലേറ്റഡ് കോളനീസ് ഒരു സെമി ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡും കൂടിയാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് പ്ലേറ്റ് എടുക്കുന്നു, ലൂപ്പ് ഫുൾ ഇനോക്കുലം എടുക്കുന്നു, എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സിഗ്സാഗ് ആയിട്ട് നമ്മൾ ഇനോക്കുലേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് ഡു നോട്ട് ഫ്ലെയിം ദ ലൂപ്പ് ഡ്യൂറിങ് സ്ട്രീക്കിംഗ്. സ്ട്രീക്കിങ്ങിന്റെ ഇടയിൽ നമ്മൾ ലൂപ്പ് സ്റ്റെറിലൈസ് ചെയ്യത്തില്ല. ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് പാറ്റേണിൽ ഒരു യൂറിൻ കൾച്ചേഴ്സ് ഒക്കെ ചെയ്യുമ്പോഴും അതുപോലെ സെമി ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ചെയ്യുമ്പോഴും ഒക്കെ ചെയ്യുന്ന ഒരു മെത്തേഡാണ് കണ്ടിന്യൂസ് സ്ട്രീക്ക് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് സ്ട്രീക്ക് കൾച്ചർ. വെൽ ഐസൊലേറ്റഡ് കോളനീസ് മിക്സ്ഡ് സാമ്പിളിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന മെത്തേഡ്. അത് വെച്ചിട്ട് നമുക്ക് കോളനി മോർഫോളജി, സൈസ്, ഷേപ്പ്, പിഗ്മെന്റേഷൻ ഇതെല്ലാം നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അതിനെയാണ് സ്ട്രീക്ക് കൾച്ചർ എന്ന് പറയുന്നത്. ഇനി സോളിഡ് കൾച്ചറിലെ അടുത്ത മെത്തേഡാണ് സ്പ്രെഡ് പ്ലേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. സ്പ്രെഡ് പ്ലേറ്റ് മെത്തേഡ് ഈസ് എ ടെക്നിക് used to isolate microorganism by spreading diluted sample evenly over the surface of a solid agar medium. ഒരു സോളിഡ് മീഡിയയുടെ സർഫസിൽ ഈവൻ ആയിട്ട് ഓർഗാനിസത്തിനെ സ്പ്രെഡ് ചെയ്തിട്ട് ചെയ്യുന്ന മെത്തേഡാണ് സ്പ്രെഡ് പ്ലേറ്റ് മെത്തേഡ്. ഇത് based on the principle that a diluted microbial sample when spread on agar surface form discrete colonies each arising from a single viable organism. So is based on the principle that a diluted microbial sample, diluted ആയിട്ടുള്ള സാമ്പിൾ. അപ്പം സ്പ്രെഡ് പ്ലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു കാര്യം ചെയ്യണം, the sample must be diluted. അങ്ങനെ ആ സാമ്പിൾ ഡൈല്യൂട്ട് ചെയ്യുന്ന ആ ടെക്നിക്കിന് പറയുന്ന പേരാണ് സീരിയൽ ഡൈല്യൂഷൻ ടെക്നിക്. സീരിയൽ ഡൈല്യൂഷൻ ടെക്നിക്. സീരീസ് ആയിട്ട് ടെസ്റ്റ് ട്യൂബ്സ് നമ്മൾ എടുക്കുന്നു, ടെസ്റ്റ് ട്യൂബ് കണ്ടെയ്നിങ് വാട്ടർ എടുക്കുന്നു, 9 ml വാട്ടർ എടുക്കുന്നു. അതിനകത്തോട്ട് നമ്മൾ ആദ്യത്തെ ട്യൂബിലേക്ക് 1 ml അല്ലെങ്കിൽ 1 gram സാമ്പിൾ ആഡ് ചെയ്തു. സോ ദ സാമ്പിൾ ഈസ് ഡൈല്യൂട്ടഡ് ടു 10⁻⁻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 ⁻ ടെൻ ടൈംസ് ആ സാമ്പിൾ വീണ്ടും ഡൈല്യൂട്ടഡ് ആകുന്നു, അതായത് 10⁻⁻². വീണ്ടും പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് -6 വരെയോ -7 വരെയോ ഒക്കെ നമുക്ക് സാമ്പിൾ ഡൈല്യൂട്ട് ചെയ്തെടുക്കാം. അങ്ങനെയുള്ള ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള മൈക്രോബിയൽ സാമ്പിള് മൈക്രോ പ്ലേറ്റിന്റെ സർഫസിൽ നമ്മൾ സ്പ്രെഡ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള കോളനീസ് നമുക്ക് കിട്ടും. അപ്പൊ ആദ്യത്തെ ഡൈല്യൂഷൻസിലൊക്കെ ക്രൗഡഡ് ആയിട്ടുള്ള കോളനീസ് ആയിരിക്കും. ഡിസ്ക്രീറ്റ് ഡൈല്യൂട്ട് ചെയ്തതിനനുസരിച്ച് സാമ്പിൾ നമുക്ക് ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള കോളനീസ് തരും. സ്ട്രീക്ക് പ്ലേറ്റും ഇതും തമ്മിലുള്ള വ്യത്യാസം, സ്ട്രീക്ക് പ്ലേറ്റിനെ സർഫസ് പ്ലേറ്റിംഗ് എന്നും കൂടി ഒരു പേരുണ്ട്. സ്ട്രീക്ക് പ്ലേറ്റില് ദ സാമ്പിൾ ഈസ് ഡൈല്യൂട്ടഡ് വിത്തിൻ ദ അഗാർ സർഫസ്. അഗാർ സർഫസിൽ തന്നെയാണ് സാമ്പിൾ ഡൈല്യൂട്ടഡ് ആകുന്നത്. ഇവിടെ നമ്മൾ സാമ്പിൾ ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷമാണ് അതിനെ നമ്മൾ ഇത് ചെയ്യുന്നത്, സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ സർഫസിൽ ഡിസ്ക്രീറ്റ് കോളനീസ് കിട്ടുന്നു. അത് കൗണ്ട് ചെയ്തെടുത്ത് നമുക്ക് കോളനി കൗണ്ടിങ് നമുക്ക് നടത്താം. കോളനി ഫോമിങ് യൂണിറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഐസൊലേറ്റഡ് കോളനീസ് ഇവിടെ നമുക്ക് കിട്ടും. ഇവിടെ ഡൈല്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഐസൊലേറ്റഡ് കോളനീസ് കിട്ടും.
പിന്നെ ഇതിന്റെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് വയബിൾ കൗണ്ട് ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതാണ്. കോളനി ക്യാരക്ടേഴ്സ് ഇതിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് കോളനി ക്യാരക്ടേഴ്സ് സ്റ്റഡി ചെയ്യാനായിട്ട് സാധിക്കും. സീരിയൽ ഡൈല്യൂഷൻ, സാമ്പിളിന്റെ സീരിയൽ ഡൈല്യൂഷൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. എന്നിട്ട് ആ സീരിയലി ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള സാമ്പിളിന്റെ 0.1 ml സാമ്പിൾ നമ്മൾ ആഡ് ചെയ്യുന്നു. 0.1 ml സാമ്പിൾ അഗാർ സർഫസിലേക്ക് ആഡ് ചെയ്യുന്നു. എന്നിട്ട് ഒരു ഗ്ലാസ് സ്പ്രെഡർ ഉപയോഗിച്ച് അതിൻ്റെ സർഫസിൽ മുഴുവൻ ഈവനായിട്ട് അതങ്ങ് സ്പ്രെഡ് ചെയ്യുക. ഈവനായിട്ട് ആ പ്ലേറ്റ് മുഴുവൻ അതങ്ങ് സ്പ്രെഡ് ചെയ്യുക. സ്പ്രെഡ് ദ ഇനോക്കുലം ഈവൻലി ഓവർ ദ സർഫസ് യൂസിങ് ദ സ്പ്രെഡർ. സ്പ്രെഡർ ഉപയോഗിച്ച് ഈവനായിട്ട് മൊത്തം സർഫസിലും അതങ്ങ് സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് അതിനെ ഇൻക്യുബേറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന മെത്തേഡാണ് സ്പ്രെഡ് പ്ലേറ്റ്. അപ്പൊ ഇതേ ടെക്നിക്ക് തന്നെ നമ്മൾ സെൻസിറ്റിവിറ്റി ടെസ്റ്റിങ്ങിന് നമ്മൾ ഉപയോഗിക്കും. സെൻസിറ്റിവിറ്റി ടെസ്റ്റിങ്ങിലെ ലോൺ കൾച്ചർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ലോൺ കൾച്ചർ അവിടെ നമ്മൾ ഗ്ലാസ് സ്പ്രെഡർ ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ കോട്ടൺ സ്വാബാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കോട്ടൺ സ്വാബ് നമ്മൾ കോട്ടൺ സ്വാബ് നമ്മുടെ സസ്പെൻഷനകത്തോട്ട്, ബാക്ടീരിയൽ സസ്പെൻഷനകത്തോട്ട് ഡിപ്പ് ചെയ്യുന്നു. എക്സസ് ഇനോക്കുലം ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രസ് ദ സ്വാബ് അഗൈൻസ്റ്റ് ദ സൈഡ്സ് ഓഫ് ദ ട്യൂബ് ടു റിമൂവ് ദ എക്സസ് ഇനോക്കുലം. അതിനുശേഷം ആ സ്വാബ് നല്ലതുപോലെ അഗാർ സർഫസിൽ ഇതേപോലെ നല്ലതുപോലെ അങ്ങ് സ്പ്രെഡ് ചെയ്യുക. അങ്ങനെ നമുക്ക് ആന്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി ടെസ്റ്റിങ്ങിന് പ്ലേറ്റ്സ് പ്രിപ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ ലോൺ കൾച്ചർ ഉണ്ടാക്കാനും നമുക്ക് ഈ ടെക്നിക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പോർ പ്ലേറ്റ് മെത്തേഡ്. To isolate and enumerate microorganism by mixing a diluted sample with molten agar and then allow to solidify in a Petri plate. Diluted ആയിട്ടുള്ള സാമ്പിളും നമ്മുടെ അഗാറും കൂടി, മോൾട്ടൺ അഗാറും കൂടി മിക്സ് ചെയ്തിട്ട് ചെയ്യുന്ന മെത്തേഡിനെയാണ് പോർ പ്ലേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അതിനുശേഷമാണ് ദ മീഡിയം ഈസ് അലൗഡ് ടു സോളിഡിഫൈ. അപ്പൊ ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള സാമ്പിള് നമ്മൾ മീഡിയവുമായിട്ട് മിക്സ് ചെയ്തിട്ട് ചെയ്യുന്ന മെത്തേഡാണ് പോർ പ്ലേറ്റ് മെത്തേഡ്. പോർ പ്ലേറ്റ് മെത്തേഡ് നമ്മൾ ചെയ്യുന്നത് ഇതേപോലെ തന്നെ സീരിയൽ ഡൈല്യൂട്ടഡ് ആയിട്ട് നമ്മൾ സാമ്പിൾ പ്രിപ്പയർ ചെയ്യുന്നു. സീരിയൽ ഡൈല്യൂഷൻ ടെക്നിക്ക് നമ്മൾ ചെയ്യുന്നു. ആ സീരിയലി ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള സാമ്പിള് 1 ml നമ്മൾ പ്ലേറ്റിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നു. 1 ml നമ്മൾ മീഡിയത്തിലേക്കല്ല ആഡ് ചെയ്യുന്നത്, സ്റ്റെറൈൽ പ്ലേറ്റിലേക്ക് നമ്മൾ 1 ml സാമ്പിള് പോർ ചെയ്യുന്നു. ഫോളോവഡ് ബൈ പോറിങ് മെൽറ്റഡ് കൂൾഡ് മീഡിയം. അതിനുശേഷം മെൽറ്റ് ചെയ്തിട്ടുള്ള മോൾട്ടൺ അഗാർ മീഡിയം നമ്മൾ ഇതിലോട്ട് ഒഴിക്കുന്നു. ദ സാമ്പിൾ ഈസ് മിക്സ്ഡ് വിത്ത് മീഡിയം വിച്ച് ഈസ് അലൗഡ് ടു സോളിഡിഫൈ. അതിനുശേഷം ആ മീഡിയം നമ്മൾ സോളിഡിഫൈ ചെയ്യാനായിട്ട് വെക്കുന്നു. Microorganisms get distributed throughout the medium and form colonies both on the surface and within the agar after incubation. അപ്പോൾ ഇവിടെ അഗാറിന്റെ സർഫസിലും കോളനീസ് ഫോം ചെയ്യും, ഡീപ് താഴേക്കും കോളനീസ് ഫോം ചെയ്യും. ടു ഒബ്റ്റെയിൻ ഐസൊലേറ്റഡ് കോളനീസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാം. വയബിൾ കൗണ്ട് ഡിറ്റർമിനേഷന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാം. വയബിൾ കൗണ്ട് ഡിറ്റർമിനേഷന് വേണ്ടിയിട്ട് ചെയ്യുന്ന 2 മെത്തേഡാണ് സ്പ്രെഡ് പ്ലേറ്റ് മെത്തേഡും പോർ പ്ലേറ്റ് മെത്തേഡും. ഇതിനകത്തുനിന്ന് വയബിൾ ആയിട്ടുള്ള ഓർഗാനിസംസിനെ നമ്മൾ കൗണ്ട് ചെയ്തെടുത്തിട്ട് ടു ഗ്രോ ബോത്ത് സർഫസ് ആൻഡ് സബ് സർഫസ് കോളനീസ്. സർഫസ് കോളനീസും സബ് സർഫസ് കോളനീസും ഇതിനകത്തുനിന്ന് കിട്ടും. അപ്പൊ സബ് സർഫസ് ഇതിന്റെ ഒരു ലിമിറ്റേഷൻ അതാണ്. സബ് സർഫസിൽ ഫോം ചെയ്യുന്ന കോളനീസിനെ നമുക്കൊന്ന് ഐസൊലേറ്റ് ചെയ്തെടുക്കണം. അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മീഡിയം പൊട്ടിച്ച് മാത്രമാണ് നമുക്കത് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. സീരിയൽ ഡൈല്യൂഷൻ പ്രിപ്പയർ ചെയ്തു, 1 ml സാമ്പിൾ എടുത്തു, അതിനുശേഷം നമ്മൾ മീഡിയം അതിനകത്തോട്ട് പോർ ചെയ്യുന്നു. അല്ലെന്നുണ്ടെങ്കിൽ വേറൊരു മെത്തേഡും ഉണ്ട്. ഒരു ട്യൂബിൽ നമ്മൾ ഒരു 20 to 25 ml മെൽറ്റഡ് മീഡിയം എടുക്കുന്നു.
ഈ ട്യൂബിലേക്ക് നമ്മൾ നമ്മുടെ 1 ml ഡൈല്യൂട്ടഡ് സാമ്പിൾ ഒഴിക്കുന്നു. ഇത് രണ്ടും കൂടെ മീഡിയവും സാമ്പിളും കൂടെ മിക്സ് ചെയ്യുന്നു. ആഫ്റ്റർവേർഡ്സ് ദിസ് ഈസ് പോർഡ് ഇൻ ടു പെട്രി പ്ലേറ്റ്. പെട്രി പ്ലേറ്റിലേക്ക് പോർ ചെയ്യാം. രണ്ട് രീതിയിലും നമുക്ക് പോർ പ്ലേറ്റ് ടെക്നിക്ക് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. വയബിൾ കൗണ്ട് നമുക്ക് ഇതിനകത്തുനിന്ന് ഡിറ്റർമിൻ ചെയ്യാം. വയബിൾ കൗണ്ട് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് CFU per ml നമുക്ക് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് കോളനീസ് ഇൻറ്റു ഡൈല്യൂഷൻ ഫാക്ടർ, നമ്പർ ഓഫ് കോളനീസ് ഇൻറ്റു ഡൈല്യൂഷൻ ഫാക്ടർ ബൈ വോളിയം ഓഫ് സാമ്പിൾ. വോളിയം ഓഫ് സാമ്പിൾ. അങ്ങനെ നമുക്കത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. വിത്തിൻ ദ മീഡിയം സർഫസ് കോളനീസ് വലുതായിരിക്കും, സബ് സർഫസിലുള്ള കോളനീസ് ആണെങ്കിൽ കുറച്ചുകൂടി ചെറുതായിരിക്കും. അടുത്തതാണ് സ്ലാൻഡ് കൾച്ചർ അല്ലെങ്കിൽ സ്ട്രോക്ക് കൾച്ചർ എന്നൊക്കെ നമ്മൾ പറയുന്നത്. സ്ട്രോക്ക് കൾച്ചർ സ്ലാൻഡ് പ്രിപ്പയർ ചെയ്തിട്ട് അതിനകത്ത് ചെയ്യുന്നത് സ്ട്രോക്ക് കൾച്ചർ. മെത്തേഡ് ഓഫ് ഗ്രോയിങ് മൈക്രോ ഓർഗാനിസം ഓൺ ദ സർഫസ് ഓഫ് സോളിഡ് അഗാർ മീഡിയം ദാറ്റ് ഹാസ് ബീൻ ഐഡന്റിഫൈഡ് ഇൻ എ സ്ലാൻഡഡ് പൊസിഷൻ ഇൻസൈഡ് എ ടെസ്റ്റ് ട്യൂബ്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ദ മീഡിയം ഈസ് അലൗഡ് ടു സെറ്റ് ഇൻ എ സ്ലാൻഡിങ് പൊസിഷൻ ഇൻ എ ടെസ്റ്റ് ട്യൂബ്. ടെസ്റ്റ് ട്യൂബിൽ മീഡിയം എടുത്തിട്ട് ഒരു സ്ലാൻഡിങ് പൊസിഷനിൽ വെച്ച് നമ്മളത് സോളിഡിഫൈ ചെയ്യും. എന്നിട്ട് ഈ സ്ലാൻഡഡ് സർഫസിന്റെ സ്ലാൻഡിങ് സർഫസിൽ നമ്മൾ ഓർഗാനിസം സിഗ്സാഗ് ആയിട്ട് ഇനോക്കുലേറ്റ് ചെയ്യും. ദ അഗാർ ഈസ് അലൗഡ് ടു സോളിഡിഫൈ അറ്റ് ആൻ ആംഗിൾ. ഒരു ആംഗിളിൽ ക്രിയേറ്റ് എ ലാർജ് സർഫസ് ഏരിയ ഫോർ മൈക്രോ ഓർഗാനിസം. എന്നിട്ട് ഈ സ്ലാൻഡിങ് സർഫസിൽ, ഈ സ്ലാൻഡഡ് സർഫസിൽ നമ്മൾ ഓർഗാനിസം ഇനോക്കുലേറ്റ് ചെയ്യും. അപ്പൊ ഇത് പ്യുവർ ഗ്രോത്ത് കിട്ടിയതിന് ശേഷം കൾച്ചർ സ്റ്റോക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് സ്റ്റോക്ക് കൾച്ചർ എന്നോ സ്ട്രോക്ക് കൾച്ചർ എന്നോ ഒക്കെ നമുക്കിതിനെ അതുകൊണ്ട് പറയാവുന്നതാണ്. ടു മെയിൻറ്റെയിൻ ആൻഡ് പ്രിസർവ് പ്യുവർ കൾച്ചർ, ടു ഒബ്റ്റെയിൻ മോഡറേറ്റ് ഗ്രോത്ത് ഫോർ ഷോർട്ട് ടേം സ്റ്റോറേജിന് വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. കൾച്ചറൽ ക്യാരക്ടേഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പിന്നെ കൾച്ചർ ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ട് പെട്രി പ്ലേറ്റിലൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ ഈസി ആയിട്ട് ഇതിനകത്ത് നമുക്ക് സാധിക്കും. അഗാർ സ്ലാൻഡ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മീഡിയം എടുക്കുക, ട്യൂബിൽ ഒഴിക്കുക, സ്റ്റെറിലൈസ് ചെയ്യുക. After sterilization, the medium is allowed to set in a slanting position. The tube is allowed to set in a slanting position. ഇനോക്കുലേറ്റ് ചെയ്യുന്നത് ജെന്റിലായിട്ട് ആ സ്ലാൻഡ് സർഫസിൽ സ്ട്രീക്ക് ചെയ്തെടുക്കുക. ആ സ്ട്രീക്ക് ലൈനിൽ നമുക്ക് ഗ്രോത്ത് കിട്ടും. പല ടൈപ്പിലുള്ള ഗ്രോത്ത് സ്ലാൻഡിൽ കിട്ടുന്നുണ്ട്. ഫിലിഫോം എന്ന് പറഞ്ഞാൽ സ്മൂത്ത് ഈവൻ ആയിട്ടുള്ള ഗ്രോത്ത് ആയിരിക്കും. ബീഡഡ് ആയിട്ടുള്ള ഗ്രോത്ത് കിട്ടും. ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള കോളനീസ് ആണെങ്കിൽ. എക്യുമുലേറ്റ് ടൂത്ത്ഡ് എഡ്ജസ് ഉള്ളതാണെങ്കിൽ അതിനെ നമുക്ക് എക്യുമുലേറ്റ് എന്ന് പറയാം. സ്പ്രെഡഡ് ആയിട്ടുള്ള ഗ്രോത്ത് ആണെങ്കിൽ എഫ്യൂസ്. ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ഗ്രോത്ത് ആണെങ്കിൽ ആർബോറസെന്റ്. അപ്പൊ സ്ലാൻഡിലുള്ള ഗ്രോത്ത് പാറ്റേൺസും പലതരത്തിലുണ്ടാണ്. ആ ഗ്രോത്ത് പാറ്റേൺസ്, ഓരോ ഓർഗാനിസത്തിന്റെയും ഗ്രോത്ത് പാറ്റേൺസ് നമുക്ക് സ്റ്റഡി ചെയ്യാനായിട്ട് പറ്റും. അടുത്തതാണ് സ്റ്റാബ് കൾച്ചർ. ഇസ് എ ടെക്നിക് which organisms are inoculated deep into a semi-solid medium using a sterile needle by stabbing vertically into the medium. Ivide, the medium is allowed to set in a vertical position. Medium tube, the tube containing medium, adoru vertical, it is allowed to set in a vertical position. Vertical ആയിട്ട് വെച്ച് നമ്മൾ സെറ്റ് ചെയ്യും. So that we get a flat surface over the top of the medium. മീഡിയത്തിന്റെ മുകളിൽ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സർഫസ് ആണ് നമുക്ക് കിട്ടുന്നത്. എന്നിട്ട് നമ്മൾ ബൈ യൂസിങ് എ സ്ട്രെയിറ്റ് വയർ പങ്ക്ചർ ദ മീഡിയം ത്രൂ ദ സെന്റർ അപ് ടു 3/4 പൊസിഷൻ. അതിന്റെ സെന്ററിൽ കൂടെ സ്റ്റാബ് വയർ ഉപയോഗിച്ച്, സ്ട്രെയിറ്റ് വയർ ഉപയോഗിച്ച് കുത്തിയിറക്കുക. അതിന്റെ സെന്ററിൽ കൂടെ ഒരു 3/4 വഴി. ആൻഡ് ദെൻ വിഡ്രോ ത്രൂ ദ സെയിം ലൈൻ. അതേ ലൈനിൽ തന്നെ തിരിച്ചെടുക്കുക. അങ്ങനെ ചെയ്യുന്ന ടെക്നിക്കിനെയാണ് സ്റ്റാബ് കൾച്ചർ എന്ന് പറയുന്നത്.
ഇത് നമ്മൾ ഓക്സിജൻ റിക്വയർമെന്റ് പഠിക്കാൻ വേണ്ടിയിട്ട്, മോട്ടിലിറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ നമുക്ക് സ്റ്റാപ്പ് കൾച്ചർ നമുക്ക് യൂസ് ചെയ്യാം. മോട്ടിലിറ്റി പഠിക്കാന് ഇപ്പൊ ഇവിടെ ഡിഫ്യൂസ്ഡ് ആയിട്ടുള്ള ഗ്രോത്ത്, എല്ലായിടവും ഇങ്ങനെ ഡിഫ്യൂസ് ആയിട്ടുള്ള ഗ്രോത്ത് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ഓർഗാനിസം മോട്ടൈലാണ്. നോൺ മോട്ടൈൽ ആണെങ്കിൽ ഒൺലി ആ സ്റ്റാബ് ലൈനിൽ മാത്രമായിരിക്കും ഗ്രോ ചെയ്യുന്നത്. അപ്പൊ സ്റ്റാബ് ലൈനിൽ മാത്രമേ ഗ്രോത്ത് ഉള്ളതെങ്കിൽ അത് നോൺ മോട്ടൈലാണ്. ഡിഫ്യൂസ് ആയിട്ടുള്ള ഗ്രോത്ത് ആണെങ്കിൽ മോട്ടൈലാണ്. ഓക്സിജൻ റിക്വയർമെന്റ്സ് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഏറ്റവും ടോപ്പിൽ മാത്രമാണ് ഗ്രോ ചെയ്തിരിക്കുന്നതെങ്കിൽ അത് എയ്റോബിക് ആണ്. അനേറോബിക് ആണെങ്കിൽ താഴെ വന്നായിരിക്കും ഗ്രോ ചെയ്യുന്നത്. ഫാക്കൽറ്റേറ്റീവ് ആണ്, ത്രൂ ഔട്ട് ദ ട്യൂബ് ഗ്രോത്ത് ഉണ്ടെങ്കിൽ അത് ഫാക്കൽറ്റേറ്റീവ് ആണ്. അപ്പൊ അങ്ങനെ നമുക്ക് മോട്ടിലിറ്റി പഠിക്കാം, ഓക്സിജൻ റിക്വയർമെന്റ്സ് പഠിക്കാം. അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് സ്റ്റാപ്പ് കൾച്ചർ എന്ന് പറയുന്നത്. സ്ട്രെയിറ്റ് ലൈനായിട്ട് സെന്ററിൽ കൂടെ കുത്തിയിറക്കുക. ഇത് വഴി നമുക്ക് ഓക്സിജൻ റിക്വയർമെന്റ്സ് ഒക്കെ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. ലൈൻ ഗ്രോത്ത് ആണെങ്കിൽ സ്റ്റാബ് ലൈനിൽ മാത്രമാണ് നോൺ മോട്ടൈൽ. ഡിഫ്യൂസ് ഗ്രോത്ത് ആണെങ്കിൽ മോട്ടൈൽ. സർഫസ് ഗ്രോത്ത് ആണ് എയ്റോബിക്. ബോട്ടം ഗ്രോത്ത് ആണെങ്കിൽ അനേറോബ്സ്. മോട്ടിലിറ്റി പഠിക്കാൻ, ഓക്സിജൻ റിക്വയർമെന്റ്സ് പഠിക്കാൻ, അതുപോലെ തന്നെ കൾച്ചർ സ്റ്റോക്ക് ചെയ്ത് വെക്കാനും സ്റ്റാബ് ഇനോക്കുലേഷൻ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം കൾച്ചർ സ്റ്റോക്കിന് വേണ്ടിയിട്ട് സ്ട്രോക്ക് കൾച്ചറുമുണ്ട്, അല്ലെങ്കിൽ സ്ലാൻ കൾച്ചറുമുണ്ട്, സ്റ്റാബ് കൾച്ചറുമുണ്ട്. ലിക്വിഡ് കൾച്ചർ, ലിക്വിഡ് മീഡിയയില്, ബ്രോത്ത് മീഡിയയില് നമ്മൾ ചെയ്യുന്നതാണ് liquid culture. In a liquid medium without any solidifying agent, they multiply and grow throughout the liquid medium, leading to visible changes such as turbidity, sediment. ഇത് ഗ്രോ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ടർബിഡിറ്റി ആയിരിക്കും, ചിലപ്പോൾ സെഡിമെന്റ് ആയിട്ടായിരിക്കും, ചിലപ്പോൾ സർഫസിൽ ഉള്ള ഗ്രോത്ത് ആയിരിക്കും. ഇങ്ങനെയുള്ള ഗ്രോത്ത് പാറ്റേൺസ് ആണ് ലിക്വിഡ് മീഡിയയിൽ ഓർഗാനിസംസ് കാണിക്കുന്നത്. ഇത് നമ്മൾ ചെയ്യുന്നത് ടു ഒബ്റ്റെയിൻ ലാർജ് എമൗണ്ട് ഓഫ് ഗ്രോത്ത്, ലാർജ് നമ്പർ ഓഫ് ഗ്രോത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിത് ചെയ്യാം. പിന്നെ ഗ്രോത്ത് പാറ്റേൺസ്, ലിക്വിഡ് മീഡിയയിലുള്ള ഗ്രോത്ത് പാറ്റേൺസ് പഠിക്കാൻ വേണ്ടിയിട്ട്, എക്സ്പെരിമെന്റ്സിനൊക്കെ വേണ്ടിയിട്ട്, ഇത് ഇനോക്കുലം പ്രിപ്പയർ ചെയ്യാനായിട്ട്, ഷോർട്ട് ടേം ഡ്യൂറേഷന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റും. പല തരത്തിലുള്ള ഗ്രോത്ത് പാറ്റേൺസ് ആണ് ലിക്വിഡ് മീഡിയയിൽ സാധാരണ കാണിക്കുന്നത്. യൂണിഫോം ടർബിഡിറ്റി, ഈവൻ ഗ്രോത്ത്, ത്രൂ ഔട്ട് ദ മീഡിയം ഈവൻ ഗ്രോത്ത് ആണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ അതിനെയാണ് യൂണിഫോം ടർബിഡിറ്റി എന്ന് പറയുന്നത്. സർഫസിൽ മാത്രം എയ്റോബ്സ് ഒക്കെ തരുന്നതാണ്, അത് ആണ് പെല്ലിക്കിൾ ഫോർമേഷൻ. സെറ്റിൽഡ് അറ്റ് ദ ബോട്ടത്തിലാണെന്നുണ്ടെങ്കിൽ അതിനാണ് സെഡിമെന്റ് എന്ന് പറയുന്നത്. ഇനി ഫ്ലോക്കുലന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലംസ് സസ്പെൻഡഡ് ഇൻ ദ ബ്രോത്തിൽ ഇങ്ങനെ ക്ലംസ് ഫോം ചെയ്തിട്ടുണ്ടാകും, അതിനെയാണ് നമ്മൾ ഫ്ലോക്കുലന്റ് ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ലിക്വിഡ് മീഡിയയില് പല തരത്തിലുള്ള ഗ്രോത്തുകളാണ് ലിക്വിഡ് മീഡിയയില് ഓർഗാനിസംസ് തരുന്നത്. ഈ ഗ്രോത്ത് പാറ്റേൺസ് നോക്കിയിട്ട് നമുക്ക് ഓർഗാനിസത്തിന്റെ ക്യാരക്ടേഴ്സ് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ കൾച്ചർ മെത്തേഡ്സ് ഓരോ മീഡിയയിലും ഓരോ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നു. ആ പർപ്പസ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിയാണ് നമ്മൾ ഓരോ കൾച്ചർ മെത്തേഡും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൾച്ചർ മീഡിയ ആൻഡ് കൾച്ചർ മെത്തേഡ്സ് എന്നുള്ള ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. മീഡിയയിൽ പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ നമ്മൾ പറയുന്നു. ആ മീഡിയയിൽ എന്ത് പർപ്പസിനനുസരിച്ചിട്ടുള്ളതാണ്, നമ്മുടെ സ്റ്റഡി എന്താണെന്ന് ഉദ്ദേശിച്ചിട്ടുള്ള കൾച്ചർ മെത്തേഡ്സ് നമ്മൾ ചെയ്യുന്നു. താങ്ക് യു.